ഹായ് ഓൾ, നമ്മൾ പുതിയ മൊഡ്യൂളിലേക്ക് പോവാണ്. മൊഡ്യൂൾ നമ്പർ 3. അപ്പോൾ ഈ മൊഡ്യൂൾ നമ്പർ 3ൽ ഫസ്റ്റ് നമുക്ക് മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻസ് എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ MOSലും അതുപോലെ തന്നെ SA1 സ്റ്റാർട്ടിങ്ങിലെ 2 മൊഡ്യൂളുകളിൽ പഠിച്ചതൊക്കെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ് അനലൈസ് ചെയ്യുന്നതായിരുന്നു അല്ലേ. ബീമും ഫ്രെയിമും ഡ്രസ്സൊക്കെ അനലൈസ് ചെയ്യുന്നതായിരുന്നു. ഡിറ്റർമിനേറ്റ് അതായത് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് അനലൈസ് ചെയ്യാൻ പറ്റും, അതായത് അതിൻ്റെ റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. MOSൽ നിങ്ങൾ പലതരം ബീംസ് നിങ്ങൾ അനലൈസ് ചെയ്തു. സിംപ്ലി സപ്പോർട്ടഡ് ബീം, അതുപോലെ തന്നെ കാൻഡിലിവർ ബീം, ഓവർ ഹാങ്ങിങ് ബീംസ് ഒക്കെ നിങ്ങൾ അനലൈസ് ചെയ്തു അല്ലേ. അതൊക്കെ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ബീംസ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. ഓക്കെ, നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് സോൾവ് ചെയ്യാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷൻസോ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല അല്ലേ. നിങ്ങളെല്ലാം ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മാത്രമേ അത് സോൾവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അതായത് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു 0 യൂസ് ചെയ്തു, സമ്മേഷൻ ഓഫ് മൊമെൻ്റ് അബൌട്ട് ഒരു സംതിങ് ഏതെങ്കിലും ഒരു പോയിൻ്റ് ഈക്വൽ ടു 0 യൂസ് ചെയ്തു അല്ലേ. അപ്പം ആ ഒരു കൺസെപ്റ്റ് മാത്രമേ, അതായത് ഇക്വിലിബ്രിയം കണ്ടീഷൻ്റെ കൺസെപ്റ്റ് മാത്രമേ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് മാത്രം സോൾവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് ഒരു ഡിഗ്രി ഓഫ് റിഡൻഡൻസി ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഉള്ളൊരു സ്ട്രക്ചർ. നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ റിഡൻഡൻസി കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം അല്ലേ. ഓരോ ബീമിൻ്റെയും അതുപോലെ തന്നെ ഫ്രെയിമിൻ്റെയും ട്രസ്സിൻ്റെയൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റിലേക്ക് പോവാം. സിമ്പിൾ കൺസെപ്റ്റാണ്. ഈ ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്കിലെ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നോക്കാം. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് ദ പോയിൻ്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. ഓക്കെ, റിഡൻഡൻറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പം നമ്മളെങ്ങനെയാണ് ഈ ഒരു സ്ട്രക്ചർ റിഡൻഡൻ്റ് ആണോ അല്ലെങ്കിൽ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആണോ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിന് ഇക്വേഷൻ നമ്മളിങ്ങനെ യൂസ് ചെയ്യും അല്ലേ. നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്, നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന നമ്പറാണ് അതിൻ്റെ റിഡൻഡൻസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നുള്ളത്. അത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് എടുത്ത പോയിന്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. റിഡൻഡൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താ, ഏത് റിയാക്ഷനാണോ എക്സ്ട്രാ വരുന്നത് അല്ലേ. അതായത് എന്താണ്, ഇക്വിലിബ്രിയം കണ്ടീഷനേക്കാളും എക്സ്ട്രാ വരുന്ന, അതായത് ഇക്വിലിബ്രിയം ഇക്വേഷൻസിൻ്റെ നമ്പറിനേക്കാളും എക്സ്ട്രാ വരുന്ന റിയാക്ഷൻ കമ്പോണൻറ്റിനെയാണ് നമ്മൾ റിഡൻഡൻറ്റ് റിയാക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ റിഡൻഡൻറ്റ് റിയാക്ഷൻ കമ്പോണൻറ്റ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് നോക്കിക്കോ, ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ്. അപ്പോൾ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ്, അതായത് ഇപ്പോൾ നമ്മൾ ഒരു ബീം എടുക്കുകയാണെങ്കിൽ ആ ബീമിലേക്ക് ആക്ട് ചെയ്യുന്ന ലോഡുകൾ, എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന ലോഡുകൾ. ഓക്കെ, അപ്പോൾ ആ ലോഡുകൾ മുഖേന വരുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, ആ ലോഡ് ഇപ്പോൾ ഒരു ബീമിലാണെങ്കിൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും അല്ലേ. എക്സ്റ്റേണൽ ലോഡ്സ് ആക്ട് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് മുഖേനയുള്ള ഡിഫ്ലക്ഷൻ അറ്റ് ദ പോയിന്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. അറ്റ് ദ പോയിന്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഏത് റിയാക്ഷനാണോ ഇക്വിലിബ്രിയം കണ്ടീഷൻസിൻ്റെ നമ്പറിനേക്കാളും എക്സ്ട്രാ വന്നിരിക്കുന്നത്, ആ റിയാക്ഷൻ വരുന്ന സ്ഥലത്തെ ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് ഓക്കെ ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് അറ്റ് ദ സെയിം പോയിന്റ്. ഈസ് ഈക്വൽ ടു ആ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ, അതായത് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്, ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് അറ്റ് ദ സെയിം പോയിന്റ്. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ്, അതായത് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിഡൻഡൻറ്റ് റിയാക്ഷൻ വരുന്ന സ്ഥലത്ത് നമ്മൾ ആ റിയാക്ഷന് പകരം അവിടെ ഒരു ഫോഴ്സ് കൊടുക്കും. അതായത് റിയാക്ഷൻ്റെ അതേ മാഗ്നിറ്റ്യൂഡിൽ ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ ആ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ
അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ, ആ സെയിം പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ, അതായത് എക്സ്റ്റേണൽ ലോഡ്സ് ഒക്കെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഏതാണോ റിഡൻഡൻറ്റ് റിയാക്ഷൻ വരുന്ന പോയിന്റ്, ആ കറസ്പോണ്ടിങ് പോയിന്റിൽ റിഡൻഡൻറ്റ് റിയാക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് റിഡൻഡൻറ്റ് ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ സെയിം പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ഈ റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇപ്പം നമുക്ക് ഒരു സപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും ആക്ച്വലി, അല്ലേ? ആ സപ്പോർട്ട് അവിടെ എന്ത് അലൗ ചെയ്യില്ല, ഡിഫ്ലക്ഷൻ അലൗ ചെയ്യില്ല. അത് തന്നെയാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. അതായത് അവിടെ വരുന്ന ടോട്ടൽ ഡിഫ്ലക്ഷൻ്റെ സം എന്ന് പറയുന്നത് 0 ആണ്. അതായത് ഇപ്പം റിഡൻഡൻറ്റ് ഫോഴ്സിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം മേലോട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി സം ഈസ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു മേലോട്ട് ഈ റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം വരുന്ന ഡിഫ്ലക്ഷൻ ഈക്വൽ ടു വരും. അതായത് 0 ആണ് അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ. കാരണം അത് സപ്പോർട്ടാണ്, അല്ലേ? സപ്പോർട്ടിൽ അത് മൂവ്മെൻറ്റ് അലൗ ചെയ്യില്ല, ഡൗൺവേർഡ് മൂവ്മെൻറ്റ് അലൗ ചെയ്യില്ല. അതുപോലെ തന്നെ ഏത് ടൈപ്പ് സപ്പോർട്ടാണോ അതിനനുസരിച്ചിട്ട് എല്ലാ മൂവ്മെൻറ്റ്സും അത് റെസ്ട്രിക്റ്റ് ചെയ്യും, അല്ലേ? ആ സപ്പോർട്ടിനനുസരിച്ച് എന്ത് ചെയ്യും? അത് മൂവ്മെൻറ്റ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതാണ് കൺസെപ്റ്റ്. അതായത് എക്സ്റ്റേണൽ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ആ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിഡൻഡൻറ്റ് സപ്പോർട്ടുള്ള ആ ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ഉണ്ടാവാവുന്ന ഡിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതെന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് പറയും? ആ റിഡൻഡൻറ്റ് റിയാക്ഷന് പകരം നമ്മൾ അവിടെ റിഡൻഡൻറ്റ് ഫോഴ്സ്, ആ റിയാക്ഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഫോഴ്സ് മുഖേന ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനുമായിട്ട് ഈക്വൽ ആണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈക്വലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0 ആണ്. അതായത് എക്സ്റ്റേണൽ ലോഡ്സ് താഴോട്ട് ആക്ട് ചെയ്യുമ്പം ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതേ പോയിന്റിൽ നമ്മൾ റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പോൾ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും അവിടെ സപ്പോർട്ട് ആയതുകൊണ്ട് ഡിഫ്ലക്ഷൻ 0 ആണ്. ഓക്കെ, അതായത് ഈ രണ്ട് ഡിഫ്ലക്ഷനും ഈക്വലാണ്, അല്ലെങ്കിൽ ഈ രണ്ട് ഡിഫ്ലക്ഷൻ്റെയും ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു 0 ആണ്. ശരിക്കും അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് കൺസെപ്റ്റ്. ക്ലിയർ ആയോ? ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. അതായത് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റിൽ എക്സ്റ്റേണൽ ലോഡ് കാരണം ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ ഡ്യൂ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് അറ്റ് ദ സെയിം പോയിന്റ്. അതായത് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് മുഖേന ഉണ്ടാകുന്ന അതേ പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, എക്സ്റ്റേണൽ ലോഡ് കാരണം സെയിം ഒരു പോയിന്റിൽ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം ആ സെയിം പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. അതായത് അവിടുത്തെ നെറ്റ് ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. കാരണം രണ്ടും ഈക്വൽ ആകുമ്പോൾ എന്താണ് റിയാക്ഷൻ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ലോഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും, അല്ലേ? അപ്പോൾ ആ റിയാക്ഷൻ ഈക്വലൻ്റ് ആയിട്ട് ഒരു റിഡൻഡൻറ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ്റെ അതേ ഡയറക്ഷനിലായിരിക്കും റിഡൻഡൻറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക. പക്ഷേ എക്സ്റ്റേണൽ ലോഡ്സ് താഴോട്ടാണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലോഡ്സ് താഴോട്ടാണെങ്കിൽ റിയാക്ഷൻ മേലോട്ടായിരിക്കും. ഓക്കെ, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റാണ്, അല്ലേ? അപ്പോൾ ആ ഡിഫ്ലക്ഷൻ ഈക്വലാന്ന് പറയുമ്പോൾ അവിടുത്തെ നെറ്റ് ഡിഫ്ലക്ഷൻ എന്താ? 0 ആണ്. അതായത് ഡിഫ്ലക്ഷൻ താഴോട്ട് ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ ഈക്വലാണ് മേലോട്ട് ആക്ട് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഡിഫ്ലക്ഷൻ 0 ആണെന്നുള്ളതാണ് കൺസെപ്റ്റ്. ഇപ്പം ക്ലിയർ ആയോ? മെത്തേഡ് ഓഫ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഇപ്പം ക്ലിയർ ആയോ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇപ്പം ആർക്കെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഇൻ റിഡൻഡൻറ്റ് സ്ട്രക്ചേഴ്സ് ഓർ സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സ്. അതായത് ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിലാണ് ഈ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇതിൻ്റെ കൺസെപ്റ്റ്? ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മുഴുവൻ പ്രോബ്ലംസും ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ബീമിൻ്റെ അനാലിസിസ് നോക്കാം. ഓക്കെ, അനാലിസിസ് ഓഫ് ബീംസ് ബൈ യൂസിങ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അപ്പം ഇത് ഈ ഒരു മെത്തേഡ് ബീമിലും പഠിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നിങ്ങൾ MOSൽ പഠിച്ചിരിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യണം. ഓക്കെ, MOSൽ നിങ്ങൾ ഡിഫ്ലക്ഷൻ പഠിച്ച സമയത്ത് വിവിധ കണ്ടീഷനിൽ വരുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലേ? ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്നും കൂടി നമുക്കൊന്ന് അത് നോക്കാം. കാരണം ആ ഇക്വേഷൻസ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഫോർ ഫൈൻഡിങ് ഡിഫ്ലക്ഷൻസ് ഇൻ വേരിയസ് കേസസ്. അപ്പോൾ ഓരോ കേസ് ഞാനിവിടെ ഓരോ കേസിലും ഉള്ള ഫിഗർ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് യൂസ് ചെയ്യുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനും
ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഒരു ടേബിൾ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ സീരിയൽ നമ്പർ, കേസസ്, ഡിഫ്ലക്ഷൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസിൽ ഞാൻ എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ എ എന്ന് പറയുന്നത് ഒരു കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീമിൽ അതിൻ്റെ ഫ്രീ എൻഡിൽ ഒരു ലോഡ് ഡബ്ല്യു ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്പാൻ എൽ ആണ്. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഫിക്സ്ഡ് എൻഡാണ്, ബി എന്ന് പറയുന്ന ഫ്രീ എൻഡാണ്. ഓക്കെ, ഫ്രീ എൻഡിലാണ് ഇപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമുക്കുള്ള കണ്ടീഷനെങ്കിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡെൽറ്റ ബി. ഓക്കെ, എ കേസാണ്. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡഡ് ബൈ 3EI എന്നുള്ളതാണ്. ഓക്കെ, ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ 3EI ഇതാണ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള, ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ്, ഇവിടെ ഫ്രീ എൻഡിലല്ല ലോഡുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, അതായത് ഇതിൻ്റെ ഫ്രീ എൻഡ് സി ആണ്, ബി എന്ന് പറയുന്ന പൊസിഷനിലാണ് ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നത്. അപ്പം എയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എ ആണ്, ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണ്. അപ്പോൾ ടോട്ടൽ സ്പാൻ എൽ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഉള്ളത്. ഓക്കെ, ഫ്രീ എൻഡിലേ അല്ല, എവിടെയാണോ നമ്മുടെ പോയിന്റ് ലോഡ്, അതായത് സിംഗിളായിട്ട് ഒരു പോയിന്റ് ലോഡ് ഇപ്പോൾ ഫ്രീ എൻഡിലല്ലാതെ ഒരു സ്ഥലത്ത് ആക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കാൻഡിലിവർ ബീമിൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് പറയുന്നത്, ആ ലോഡ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3EI. അതായത് ഇവിടെ ഡബ്ല്യു എൽ ക്യൂബ് ഡിവൈഡ് ബൈ 3EI ആണെങ്കിൽ ഇവിടെ ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3EI ആണ്. ഓക്കെ, ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3EI. ക്ലിയർ ആയി രണ്ട് കേസിലെ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോൾ ഏത് കണ്ടീഷനാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണ്ടുന്ന ഇക്വേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ രണ്ടാമത്തെ കേസ് ഒരു കാൻഡിലിവർ ബീമാണ്. ഹോൾ സ്പാനിൽ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു പെർ മീറ്റർ ആണ്. ഓക്കെ, ഡബ്ല്യു ആണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, UDL ആയതുകൊണ്ട് പെർ മീറ്റർ. ഓക്കെ, ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അതിൽ ഫ്രീ എൻഡിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ബി എന്ന് പറയുന്നതാണ് ഫ്രീ എൻഡ്. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു WL⁴ ഡിവൈഡഡ് ബൈ 8EI. ഓക്കെ, WL⁴ ഡിവൈഡ് ബൈ 8EI. ഇനി അടുത്ത മൂന്നാമത്തെ കേസ്, ഇപ്പോൾ ഒരു കാൻഡിലിവർ ബീമിലെ എൻഡിൽ ഒരു മൊമെൻ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഒരു മൊമെൻറ്റ് ഇപ്പം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഒരു മൊമെൻ്റ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സ്പാൻ എൽ ആണെങ്കിൽ അത് ഫ്രീ എൻഡിൽ, അതായത് മൊമെൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ML² ഡിവൈഡ് ബൈ 2EI. ഈ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് ആണ് L² ഡിവൈഡ് ബൈ 2EI എന്നുള്ളതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത നാലാമത്തെ കേസ്, ഇവിടെ സപ്പോർട്ട് കണ്ടീഷൻ മാറി, സിംപ്ലി സപ്പോർട്ടഡ് ആണ്. അതായത് സിംപ്ലി സപ്പോർട്ടഡ് AB സപ്പോർട്ട്സ് ഉള്ള പോയിൻറ്റ്സ് ആണ് AB. സെൻറ്റർ പോയിൻറ്റ് C ആണെങ്കിൽ, അതായത് സ്പാൻ L L/2 ഡിസ്റ്റൻസിലാണ് C എന്ന് പറയുന്ന പോയിന്റ് വരുന്നത്. അവിടെ ഒരു പോയിന്റ് ലോഡ് W ആക്ട് ചെയ്യുകയാണെങ്കിൽ ഈ C എന്ന് പറയുന്ന സ്ഥലത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. കാരണം കറക്റ്റ് സെൻറ്ററിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ മാക്സിമം ഡിഫ്ലക്ഷൻ എവിടെയായിരിക്കും, സെൻറ്ററിൽ തന്നെ ആയിരിക്കും അല്ലേ. അതായത് ആ പോയിന്റ് ഡെൽറ്റ C കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ WL³ ഡിവൈഡ് ബൈ 48EI. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് ഈ സ്ഥലത്തുള്ള ഈ C എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ കിട്ടും. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ കേസ്, ഹോൾ സ്പാൻ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ഹോൾ സ്പാനിൽ W പെർ മീറ്റർ എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ സ്പാനിൽ അതിൻ്റെ സെൻറ്ററിൽ, അതായത് രണ്ട് സപ്പോർട്ടിൽ നിന്നും L/2 ഡിസ്റ്റൻസ് മാറിയിട്ട് വരുന്ന പോയിന്റ്, അതായത് C എന്ന് പറയുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ്. ഓക്കെ, ആ കേസിൽ ഡെൽറ്റ C ഈസ് ഈക്വൽ ടു 5 WL⁴ ഡിവൈഡ് ബൈ 384EI. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, 5 WL⁴ ഡിവൈഡ് ബൈ 384EI. C എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിഫ്ലക്ഷൻ, അല്ലെങ്കിൽ മാക്സിമം ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഓൾറെഡി MOSൽ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട ഇക്വേഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ബീമിൽ 3 കേസസ് പഠിക്കാനുണ്ട്, 3 ടൈപ്പ് ബീം പഠിക്കാനുണ്ട്. ഇൻഡിറ്റർമിനൻസി വരുന്ന 3 ടൈപ്പ് ബീമുണ്ട്, ഇൻഡിറ്റർമിനേറ്റ് ബീംസ് 3 ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തത് നമുക്ക് പ്രോപ്ഡ് കാൻഡിലിവർ, അത് കാൻഡിലിവറിൻ്റെ
കാൻഡിലിവറിൽ ഒരു എക്സ്ട്രാ ഒരു സപ്പോർട്ട് വരുന്ന കേസ്. ഓക്കെ, എക്സ്ട്രാ ഒരു റോളർ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടോ വരുന്ന കേസ് പ്രോപ്ഡ് കാൻഡിലിവർ. ഓക്കെ, പിന്നെ ഉള്ളത് കണ്ടിന്യൂസ് ബീമാണ്. കണ്ടിന്യൂസ് ബീം നിങ്ങൾക്കറിയാം. പിന്നെ ഉള്ളത് ഫിക്സ്ഡ് ബീം. 3 കേസസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ബീംസിൽ പ്രോപ്ഡ് കാൻഡിലിവർ ബീമിലേക്ക് പോകാം. ഓക്കെ, പ്രോപ്ഡ് കാൻഡിലിവർ ബീം. അപ്പോൾ ആദ്യം നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റ് തന്നെയാണ് ഈ പ്രോബ്ലത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. ഡിറ്റർമൈൻ ദ റിയാക്ഷൻ കമ്പോണൻസ് ഫോർ ദ പ്രോപ്ഡ് കാൻഡിലിവർ സബ്ജക്റ്റഡ് ടു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആസ് ഷോൺ ഇൻ ഫിഗർ. അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പ്രോപ്ഡ് കാൻഡിലിവർ ബീമിൻ്റെ റിയാക്ഷൻ കമ്പോണൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നമ്മളൊരു ഫിക്സ്ഡ് എൻഡ് കണ്ടീഷനാണ്. അതുപോലെ എക്സ്ട്രാ ഒരു സപ്പോർട്ട് വന്നു അല്ലേ. ഇതുപോലെ എക്സ്ട്രാ ഒരു സപ്പോർട്ട് ഒരു കാൻഡിലിവർ ബീമിൽ വരികയാണെങ്കിൽ അതിന് പറയുന്നതാണ് പ്രോപ്ഡ് കാൻഡിലിവർ ബീം എന്ന്. ഓക്കെ, ഇപ്പോൾ നമുക്ക് പ്രോപ്ഡ് കാൻഡിലിവർ തന്നിട്ടുണ്ട്. അതിൻ്റെ സ്പാൻ എല്ലാണ്. അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് UDL ആണ്. ഫുൾ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, W എന്നാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. W പെർ യൂണിറ്റ് ലെങ്ത് UDL ആക്ട് ചെയ്യുന്നു. AB 2 എൻഡ്. അതിൽ A എന്ന് പറയുന്ന എൻഡിൽ ഫിക്സ്ഡ് എൻഡാണ്, ഫിക്സ്ഡ് സപ്പോർട്ടാണ്. B എന്ന് പറയുന്ന എൻഡിൽ റോളർ സപ്പോർട്ടാണ്. അതിൻ്റെ സ്പാൻ എല്ലാണ്. അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ കമ്പോണൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ കമ്പോണൻസ് നമുക്ക് കണ്ടുപിടിക്കാം. ഇതിലിപ്പോൾ ഹൊറിസോണ്ടൽ ലോഡൊന്നുമില്ല അല്ലേ. നമ്മളിപ്പം ബീമിൽ എടുക്കുന്ന സമയത്ത് നോർമലി ഇൻക്ലൈൻ ലോഡ്സോ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലോഡോ വരുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല അല്ലേ. നമ്മൾ വെർട്ടിക്കൽ ലോഡ്സ് മാത്രമേ ബീമിൽ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഏതൊക്കെ റിയാക്ഷൻസ് വരും. അതായത് ഈ റോളർ സപ്പോർട്ടിൽ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ വരുന്ന VB എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അതുപോലെ തന്നെ ഈ A എന്ന് പറയുന്ന സപ്പോർട്ടിൽ നോക്കുകയാണെങ്കിൽ ഫിക്സ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ ലോഡോ ഇൻക്ലൈൻ ലോഡോ ആക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവിടെ വരുന്ന റിയാക്ഷൻ, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ എന്ന് പറയുന്നത് 0. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഒന്നുമില്ല. പിന്നെ ഏതൊക്കെയാണുള്ളത്? വെർട്ടിക്കൽ റിയാക്ഷൻ, അതായത് ഇവിടെ VA എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ടാവും. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് MA അതായത് മൊമെൻറ്റും ഉണ്ടാവും. ഫിക്സ്ഡ് ആയതുകൊണ്ട് എന്തൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും, എന്തൊക്കെ അത് അലൗ ചെയ്യില്ല. ഇപ്പം മൊമെൻറ്റ് വന്നാലും അത് എന്ത് ചെയ്യും? റെസ്ട്രിക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഫോഴ്സ് വന്നാലും അത് റെസ്ട്രിക്റ്റ് ചെയ്യും. റോളർ സപ്പോർട്ടിൽ ഏത് മാത്രമേ റെസ്ട്രിക്റ്റ് ചെയ്യുള്ളൂ? വെർട്ടിക്കൽ ഫോഴ്സ് മാത്രമേ റെസ്ട്രിക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ മൊമെൻറ്റും കൂടി റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ വരുന്ന ഫിക്സ്ഡ് ആൻഡിൽ വരുന്ന മൊമെൻറ്റ് MA കണ്ടുപിടിക്കണം, VA കണ്ടുപിടിക്കണം, BB കണ്ടുപിടിക്കണം. 3 കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ 3 എണ്ണം കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇവിടെ എത്ര എണ്ണം ഉള്ളത്? 2 എണ്ണേ ഉള്ളൂ അല്ലേ. നമ്മൾ ബീമിൻ്റെ കേസിൽ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0 നമ്മൾ കൺസിഡർ ചെയ്യില്ല. അപ്പം 2 ഇക്വിലിബ്രിയം കണ്ടീഷനുള്ളൂ. സമ്മേഷൻ ഓഫ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0, സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. 2 ഇക്വിലിബ്രിയം കണ്ടീഷൻസേ ഉള്ളൂ. അൺനോൺസ് 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ നോർമലി MOSൽ പഠിച്ച പോലെ സിംപ്ലി സപ്പോർട്ട് ബീമിലും അതുപോലെ കാൻഡിലിവറിലൊക്കെ ചെയ്തതുപോലെ നമുക്കിതിൽ ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് വെച്ച് നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്യണം? കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് എങ്ങനെയാണ്, അതിലുള്ള സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവണം. ഓക്കെ, നമുക്കിപ്പോൾ പ്രോബ്ലം ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നുള്ളതും. ഓക്കെ, നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് പോവാം. സ്റ്റെപ്പ് 1, ഫസ്റ്റ് എന്ത് ചെയ്യുക? ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസ് എത്രയാണെന്നുള്ള കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിത് ശരിക്കും ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം. എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു സപ്പോർട്ടല്ലേ അധികം വരുന്നത് അല്ലേ, വെർട്ടിക്കൽ ആണ് അധികം വരുന്നത്. അപ്പം 1 ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ചെയ്യാം. ഡിഗ്രി ഓഫ് സ്റ്റെപ്പ് 1 ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. അപ്പം സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസ് മൈനസ് നമ്പർ ഓഫ് അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. ഓക്കെ, ഇവിടെ നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻസ് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ 2 എണ്ണം അല്ലേ, ഒരു മൊമെൻറ്റും ഒരു വെർട്ടിക്കൽ റിയാക്ഷനും. ഓക്കെ, ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ 2 + 1 3. അപ്പോൾ നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻസ് ഈസ് ഈക്വൽ ടു 2 + 1 ദാറ്റ് ഈസ് 3. അവൈലബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ, ഇത് ബീം ആയതുകൊണ്ട് നമ്മൾ ഇതിൽ ഹൊറിസോണ്ടൽ കൺസിഡർ ചെയ്യില്ല,
അപ്പോൾ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0, സമ്മേഷൻ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ രണ്ട് അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ് അല്ലെങ്കിൽ കണ്ടീഷൻസ് ആണ്. അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻസ് മൈനസ് അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. അപ്പം 3 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പം 1 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഡിറ്റർമിനേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനെ ഏതാണ് എക്സ്ട്രാ വരുന്ന റിയാക്ഷൻ കമ്പോണൻസ്, അതാണ് റിഡൻഡൻറ്റ് റിയാക്ഷൻ കമ്പോണൻറ്റ്. അത് നമുക്ക് ഏതായിട്ട് എടുക്കാം? ഇവിടെ ഒരു വരുന്ന റോളർ അല്ലേ, ഈ റോളർ സപ്പോർട്ട് വരുമ്പം ഇവിടെ വരുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ റിയാക്ഷനാണ്. അപ്പോൾ അത് നമ്മൾ ഈ റോളർ സപ്പോർട്ട് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെർട്ടിക്കൽ റിയാക്ഷൻ പോയി. ഇതെന്തായി? ഒരു സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറായി മാറി, ഒരു കാൻഡിലിവറായി മാറി. ഇത് നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, അതായത് ഇവിടെ വരുന്ന റിയാക്ഷൻ വെർട്ടിക്കൽ റിയാക്ഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്പോർട്ട് ഇവിടുന്ന് പോയി, പിന്നെ ഇതിന് റെസിസ്റ്റ് ചെയ്യാനൊന്നുമില്ലല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുന്നുള്ള മൊമെൻറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാം. ഇവിടെ ആക്ട് ചെയ്യുന്ന റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ആ മൊമെൻറ്റ് നമ്മൾ റിമൂവ് ചെയ്താൽ ഇവിടെ എന്തായി മാറും? ഇവിടെ ഒരു ഹിഞ്ചഡ് സപ്പോർട്ടായി മാറും അല്ലേ. ഹിഞ്ചഡ് സപ്പോർട്ടായി മാറുമ്പോൾ അതെന്തായി? സ്റ്റാറ്റിക്കലി ഡിറ്റർമിനേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ റിമൂവ് ചെയ്യുന്നെങ്കിൽ നമ്മളെ റിഡൻഡൻറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് MA ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇത് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കാം, VB എന്നുള്ളത്. ഓക്കെ, അപ്പം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 കിട്ടിയതുകൊണ്ട് ഒരു റിയാക്ഷൻ കമ്പോണൻ്റ് ആണ് റിഡൻഡൻറ്റ് റിയാക്ഷൻ കമ്പോണൻറ്റ്. അത് നമുക്കിവിടെ VB എന്നുള്ളത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ MA, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം MA ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇത് നമുക്കൊരു സിംപ്ലി സപ്പോർട്ടഡായി മാറും ഈ ഒരു ബീം. ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആ റിഡൻഡൻറ്റ് റിയാക്ഷൻ നമ്മൾ റിമൂവ് ചെയ്ത ഒരു കാൻഡിലിവർ ബീമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 കിട്ടിയത് കൊണ്ട് ദ വെർട്ടിക്കൽ റിയാക്ഷൻ VB ഈസ് ടേക്കൺ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. ഓക്കെ, അതായത് ഏത് റിയാക്ഷൻ കമ്പോണൻ്റ് ആണോ ഈ ഒരു സ്ട്രക്ചറിൽ ഇൻഡിറ്റർമിനൻസി കൊണ്ടുവരുന്നത് ആ റിയാക്ഷൻ കമ്പോണൻറ്റിനെ നമുക്ക് റിഡൻഡൻറ്റ് റിയാക്ഷനായിട്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ VB സെലക്ട് ചെയ്ത്, ഏത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിവിടെ VB സെലക്ട് ചെയ്തു. ദ വെർട്ടിക്കൽ റിയാക്ഷൻ VB ഈസ് ടേക്കൺ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ ഇതിൽ റിഡൻഡൻറ്റ് റിയാക്ഷൻ ഏതാണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു അല്ലേ, VB എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓർമ്മയുണ്ടോ? നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതായത് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. ഡിഫ്ലക്ഷൻ ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ് അറ്റ് ദ പോയിന്റ് ഓഫ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. അപ്പോൾ റിഡൻഡൻറ്റ് റിയാക്ഷൻ വരുന്ന പോയിന്റ് ഏതാ? B എന്ന് പറയുന്ന പോയിന്റാണ് അല്ലേ. അപ്പം B എന്ന് പറയുന്ന പോയിന്റിൽ എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ഡിഫ്ലക്ഷൻ, അതായത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ സപ്പോർട്ട് നമ്മൾ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്തിട്ട് ഇതിനൊരു ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാക്കി മാറ്റിയതിന് ശേഷം ഈ എക്സ്റ്റേണൽ ലോഡ് W/യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന UDL ആക്ട് ചെയ്യുമ്പം ഈ B എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് നമുക്ക് പല മെത്തേഡിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് ഡയറക്റ്റ് ഹോൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പം നമുക്ക് എക്സ്റ്റേണൽ ലോഡ് കാരണം ഈ B എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള എല്ലാ ലോഡും, അതായത് ഈ UDL റിമൂവ് ചെയ്തതിന് ശേഷം ഇവിടെ പകരം ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് VB എന്ന് പറഞ്ഞ് ഞാൻ എടുക്കും. ഓക്കെ, ഒരു പോയിന്റ് ലോഡ് VB ആണ് ഇവിടെ മേലോട്ടേക്ക് ആക്ട് ചെയ്യുന്നതെങ്കിൽ, ഈ സപ്പോർട്ടിന് പകരം പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ VB മുഖേന ഈ B എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ വരുന്ന അപ്വേർഡ് ഡിഫ്ലക്ഷൻ എത്രയാണെന്നുള്ളത് ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ 2 ഡിഫ്ലക്ഷൻ എനിക്ക് കിട്ടി. ആ 2 ഡിഫ്ലക്ഷനെ ഞാൻ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ VB കിട്ടും. ക്ലിയർ ആയോ? അതായത് ഈ സപ്പോർട്ട് ഞാൻ റിമൂവ് ചെയ്യും, ഇതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാക്കി മാറ്റിയതിന് ശേഷം ഈ ലോഡ് മുഖേന B എന്ന് പറയുന്ന പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിനുശേഷം എക്സ്റ്റേണൽ ലോഡ് റിമൂവ് ചെയ്തിട്ട് ഇവിടെ റിഡൻഡൻറ്റ് റിയാക്ഷൻ, അതായത് റിഡൻഡൻറ്റ് റിയാക്ഷൻ ഈക്വലൻ്റ് ആയിട്ട് റിഡൻഡൻറ്റ് ഫോഴ്സ് ഞാൻ ഇവിടെ കൊടുക്കും. അതായത് VB എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡിലുള്ള ഒരു ഫോഴ്സ് ഞാൻ കൊടുത്തിട്ട് ഈ സെയിം പോയിന്റിൽ വരുന്ന അപ്വേർഡ് ഡിഫ്ലക്ഷൻ, എക്സ്റ്റേണൽ ലോഡ് കാരണം ഈ പോയിന്റിൽ വരുന്ന ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ, അതേപോലെ തന്നെ ഈ റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം ഈ സെയിം പോയിന്റിൽ വരുന്ന അപ്വേർഡ് ഡിഫ്ലക്ഷൻ, അത് രണ്ടും ഞാൻ കണ്ടുപിടിച്ചതിന് ശേഷം ഇക്വേറ്റ് ചെയ്യും. 2 ഈക്വലാണ്. കാരണം ഇവിടെ സപ്പോർട്ട് ശരിക്കും ഉള്ളത് കൊണ്ട് തന്നെ ഈ ലോഡ് മുഖേന വരുന്ന ഡിഫ്ലക്ഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ടോ? ശരിക്കും അവിടെ സംഭവിക്കുന്നില്ല. അവിടെ ഇതേ പൊസിഷനിൽ തന്നെ അവിടെ മെയിൻറ്റെയിൻ ആവുക ചെയ്യുന്നത് അല്ലേ, അവിടെ തന്നെ ഇതേ പൊസിഷനിൽ തന്നെ നിൽക്കുക ചെയ്യുന്നത്. ശരിക്കും ഡിഫ്ലക്ഷൻ അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിൽ അവിടെ ഡിഫ്ലക്ഷൻ സംഭവിക്കുമല്ലോ. ആ ഡിഫ്ലക്ഷൻ എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇവിടെ ഇതിന് ഈ ഒരു റിഡൻഡൻറ്റ് റിയാക്ഷൻ ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഡിഫ്ലക്ഷൻ സംഭവിക്കുമല്ലോ. ആ 2 ഡിഫ്ലക്ഷൻ
ഇക്വേറ്റ് ചെയ്യും. ഈക്വലാന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, അവിടെ വരുന്ന റിയാക്ഷൻ കമ്പോണൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ്. കാരണം സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അവിടെ ഡിഫ്ലക്ഷൻ 0 ആണ്. അതാണ്, അതായത് അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ശരിക്കും ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. അതാണ് കൺസെപ്റ്റ്. ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു 0. അതായത് ഈ റിഡൻഡന്റ് റിയാക്ഷൻ വരുന്ന പോയിന്റ് ബിയിൽ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നില്ല, ഡിഫ്ലക്ഷൻ 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് പോവാം. സ്റ്റെപ്പ് 2, റിമൂവ് ദ റിഡൻഡന്റ് റിയാക്ഷൻ ആൻഡ് മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്. അപ്പോൾ നമുക്ക് റിഡൻഡൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കമ്പോണൻറ്റ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചറാക്കി മാറ്റാം. അപ്പോൾ ഞാനിവിടെ ബി എന്ന് പറയുന്ന പോയിന്റിലുള്ള സപ്പോർട്ട് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഇതൊരു കാൻഡിലിവർ ബീമായി മാറി അല്ലേ. ഓൾ സ്പാനിൽ W എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്ന ഒരു കാൻഡിലിവർ ബീമായി മാറി. ഇനി ബി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന, അതായത് ഞാൻ എവിടെ നിന്നാണോ റിഡൻഡന്റ് റിയാക്ഷൻ റിമൂവ് ചെയ്തത് ആ സെയിം പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ഡ്യൂ ടു ദിസ് UDL. ഓക്കെ, ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു ഗിവൺ ലോഡിങ്. ഈ ഗിവൺ ലോഡിങ് കാരണം ബി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ ഞാൻ ഡെൽറ്റ എന്ന് കൊടുത്തു. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു സ്പാനിൽ ഫുള്ള് UDL ആക്ട് ചെയ്യുകയാണെങ്കിൽ കാൻഡിലിവർ ബീമിൽ വരുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് WL⁴ ഡിവൈഡ് ബൈ ATA ആണ്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു WL⁴ ഡിവൈഡ് ബൈ ATI. അപ്പോൾ എക്സ്റ്റേണൽ ലോഡ് കാരണം ഇവിടെ വരുന്ന ഡിഫ്ലക്ഷനായി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് ഞാൻ ഇട്ടു. ഓക്കെ, ഇനി ഞാൻ എല്ലാ ഫോഴ്സും റിമൂവ് ചെയ്തതിന് ശേഷം, എക്സ്റ്റേണലായിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സ് റിമൂവ് ചെയ്തതിന് ശേഷം, ഞാൻ നേരത്തെ റിഡൻഡന്റ് റിയാക്ഷൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തിരുന്നു, ആ സപ്പോർട്ട് അവിടെ നിന്ന് റിമൂവ് ചെയ്തിരുന്നു. ആ സപ്പോർട്ടിന് പകരം അല്ലെങ്കിൽ ആ റിയാക്ഷന് പകരം അവിടെ ആ റിയാക്ഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് മേലോട്ട് ആക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് 3, ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ VB ആസ് റിഡൻഡന്റ് ഫോഴ്സ്. ഞാൻ ഈ ഫിഗറിലെ എല്ലാ എക്സ്റ്റേണൽ ലോഡ്, അതായത് UDL ആയിട്ട് ആക്ട് ചെയ്യുന്ന W/m എന്ന് പറയുന്ന ആ ലോഡിനെ ഞാൻ റിമൂവ് ചെയ്തിട്ട് ഈ സപ്പോർട്ട് ആദ്യം ഉണ്ടായിരുന്ന ആ റോളർ സപ്പോർട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് നേരത്തെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എക്സ്റ്റേണൽ ലോഡ് കാരണം ഈ പോയിന്റിൽ വരുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചത് അല്ലേ. അപ്പം ഞാൻ എക്സ്റ്റേണൽ ലോഡൊക്കെ റിമൂവ് ചെയ്തിട്ട് സപ്പോർട്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു പോയിന്റ് ലോഡ്, അതായത് അവിടുത്തെ റിയാക്ഷൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് VB ആണ് ആക്ട് ചെയ്യുന്നതെന്ന് ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ VB മുഖേന ഈ B എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന അപ്വേർഡ് ഡിഫ്ലക്ഷൻ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അത് അപ്വേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് B YB എന്ന് കൊടുക്കാം അതിൻ്റെ പേര്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഒരു പോയിന്റ് ലോഡ്, ഒരു കാൻഡിലിവർ ബീമാണ്. കാൻഡിലിവർ ബീമിൽ ഒരു പോയിന്റ് ലോഡ് അപ്വേർഡ് ആക്ട് ചെയ്യുന്നു. കാൻഡിലിവർ ബീമിൽ ഒരു പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്താ, ഫ്രീ എൻഡിൽ പോയിന്റ് ലോഡ് ആക്ട് ചെയ്യുമ്പം ഫ്രീ എൻഡിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ YB ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡ് ബൈ 3EI എന്നാണ് ഇക്വേഷൻ. ഇവിടെ W എന്ന് പറയുന്നതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ, VB ആണ്. ഓക്കെ, ദാറ്റ് ഈസ് VB ഇൻറ്റു L³ ഡിവൈഡ് ബൈ 3EI. അപ്പോൾ എനിക്ക് YB എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ കിട്ടി. YB ഈസ് ഈക്വൽ ടു VB ഇൻറ്റു L³ ഡിവൈഡ് ബൈ 3EI. അത് ഇക്വേഷൻ നമ്പർ 2 ആക്കി ഞാൻ വെച്ചു. ഓക്കെ, ക്ലിയർ ആയോ? ഈ 3 സ്റ്റെപ്പ് ക്ലിയർ ആയോ ചെയ്തത് എന്താണെന്നുള്ളത്? ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് 4ലേക്ക് പോവാം. സ്റ്റെപ്പ് 4ൽ നമ്മളിവിടെ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ്റെ കൺസെപ്റ്റ് അപ്ലൈ ചെയ്യും. ഓക്കെ, സ്റ്റെപ്പ് 4, അക്കോർഡിംഗ് ടു കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ്. അപ്പോൾ കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ് പ്രകാരം ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ആണ് അല്ലേ. അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം റിഡൻഡന്റ് റിയാക്ഷൻ ഉണ്ടായിരുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു റിഡൻഡന്റ് ഫോഴ്സ് കാരണം ആ സെയിം പോയിന്റ് ഉണ്ടായിരുന്ന ഡിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 2ൽ കണ്ടുപിടിച്ചത് എന്താ, എക്സ്റ്റേണൽ ലോഡ് കാരണം റിഡൻഡന്റ് റിയാക്ഷൻ ഉണ്ടായിരുന്ന പോയിന്റിലെ ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിച്ചത് അല്ലേ. ഇനി സ്റ്റെപ്പ് 3ൽ കണ്ടുപിടിച്ചതോ, എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസും എക്സ്റ്റേണൽ ലോഡ്സ് റിമൂവ് ചെയ്തിട്ട് റിഡൻഡന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം ആ സെയിം പോയിന്റിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിച്ചത് അല്ലേ. അതായത് ആദ്യം സ്റ്റെപ്പ് 2ൽ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു എക്സ്റ്റേണൽ ലോഡ്സ് കാരണം, രണ്ടാമത്തെ സ്റ്റെപ്പ് 3ൽ അപ്വേർഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിച്ചു റിഡൻഡന്റ് ഫോഴ്സ് കാരണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2. അതാണ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഞാൻ തിയറി പറഞ്ഞപ്പോൾ മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കേട്ടതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു YB. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബീൻ്റെ വാല്യൂ എന്താ, WL⁴ ഡിവൈഡ് ബൈ ATI. YBൻ്റെ വാല്യൂ എന്താ, VB ഇൻറ്റു L³ ഡിവൈഡ് ബൈ 3EI. അപ്പം രണ്ട് സൈഡിൽ നിന്നും ഈക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്യാൻസൽ ചെയ്യാം, I ക്യാൻസൽ ചെയ്യാം രണ്ട് സൈഡിൽ നിന്നും. ഒരു എൻഡിൽ L⁴ ആണ്, ഇപ്പുറത്തെ സൈഡിൽ RHSൽ L³ ആണ്. അപ്പം L³ കട്ട് ചെയ്തിട്ട്
ഇപ്പുറത്തെ എൽ എച്ച് എസിൽ എന്തേ ഉണ്ടാവുള്ളൂ, എല്ല് മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ അല്ലേ. രണ്ട് സൈഡിൽ നിന്നും എല്ല് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എൽ എന്ന് പറഞ്ഞിട്ട് എൽ എച്ച് എസിലുണ്ടാവും. ഓക്കെ, ആർ എച്ച് എസിൽ എല്ല് ഫുള്ളായിട്ടും പോയി. അപ്പോൾ നമുക്ക് ബാക്കി റിമൈനിങ് എന്തേ ഉള്ളൂ, WL ഡിവൈഡ് ബൈ 8 ഈസിക്കൽ ടു PB/3 എന്നേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ വേണ്ടത് എന്താ, VB അല്ലേ. VB ഈസിക്കൽ ടു 3WL ഡിവൈഡ് ബൈ 8. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട റിയാക്ഷനിൽ ആദ്യത്തെ റിയാക്ഷൻ കിട്ടി, VB കിട്ടി, 3WL ഡിവൈഡ് ബൈ 8. ഇനി നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം, VAയും കണ്ടുപിടിക്കണം, MAയും കണ്ടുപിടിക്കണം അല്ലേ. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് VA ആൻഡ് MA, 3 റിയാക്ഷൻ കമ്പോണൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം VA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൺസിഡറിങ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0. ഇപ്പോൾ നമുക്ക് ഒന്ന് കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് അവിടെ എന്തേ ഉള്ളൂ, 2 ഇക്വേഷൻസും 2 അൺനോൺസും വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം കൺസിഡറിങ് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ VA, വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ് അവിടെയുള്ള, VA മേലോട്ട് ആക്ട് ചെയ്യുന്ന വെർട്ടിക്കൽ റിയാക്ഷൻ ആയിട്ടുള്ള VA, മേലോട്ട് ആക്ട് ചെയ്യുന്ന VB, പിന്നെ താഴോട്ട് ആക്ട് ചെയ്യുന്ന W എന്ന് പറയുന്ന UDL. അപ്പോൾ അതിൻ്റെ പോയിന്റിലോട്ടാക്കി മാറ്റി കഴിഞ്ഞാൽ W ഇൻറ്റു L. അപ്പം VA പ്ലസ് VB മേലോട്ടായതുകൊണ്ട് പ്ലസ് മൈനസ് W ഇൻറ്റു L ഈസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിതിൽ VA ആണ് വേണ്ടത്. VA ഈസ് ഈക്വൽ ടു WL മൈനസ് VB. VBൻ്റെ വാല്യൂ 3WL/8. അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VA ഈസ് ഈക്വൽ ടു 8WL മൈനസ് 3WL/8. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 5WL/8 കിട്ടും. VA ഈസ് ഈക്വൽ ടു 5WL ഡിവൈഡഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ VAൻ്റെ വാല്യൂ 5WL/8. അപ്പം VAയും VBയും നമുക്ക് അപ്വേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്വേർഡ് ആക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. അപ്പം VBൻ്റെ വാല്യൂ 3WL/8, VAൻ്റെ വാല്യൂ 5WL/8. ഇനി നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കണം, MAയും കൂടിയും കണ്ടുപിടിക്കണം അല്ലേ. ബെൻഡിങ് മൊമെൻറ്റ് MA എന്ന് പറയുന്നത് റിയാക്ഷൻ. ഓക്കെ, റിയാക്ഷൻ മൊമെൻറ്റിൻ്റെ റിയാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത് അറ്റ് A. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്യാൻഡിലിവറാണ്, റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ക്യാൻഡിലിവറാണ്, റൈറ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ VB ഇൻറ്റു ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് VB ഇൻറ്റു L. റൈറ്റ് സൈഡിൽ ഈ VBൻ്റെ മൊമെൻറ്റ് വരുന്നത് എങ്ങനെയാണ്, റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ്. റൈറ്റ് സൈഡിൽ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ VB ഇൻറ്റു L. ഈ W താഴോട്ട് ആക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടാണ് വരുന്നത് എയിലേക്ക്. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. അപ്പോൾ MA ഈസ് ഈക്വൽ ടു എയിലേക്കുള്ള മൊമെൻ്റ് എടുക്കുന്ന VB ഇൻറ്റു L മൈനസ് W ഇൻറ്റു L പോയിൻറ്റിലോടായി മാറി ഇൻറ്റു L/2. അപ്പോൾ MA ഈസ് ഈക്വൽ ടു VBൻ്റെ വാല്യൂ 3WL/8 ഇൻറ്റു L മൈനസ് WL ഇൻറ്റു L/2. MA ഈസ് ഈക്വൽ ടു 3WL²/8 മൈനസ് WL²/2. MA ഈസ് ഈക്വൽ ടു സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് WL²/8 എന്ന് കിട്ടും. അപ്പോൾ MA ഈസ് ഈക്വൽ ടു മൈനസ് WL²/8. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിക്കോ. ഇപ്പം നമ്മൾ സപ്പോർട്ട് റിയാക്ഷൻ ഇവിടെ കണ്ടുപിടിച്ചില്ലേ, ശരിക്കും അതിൽ ആ ബീമിൽ വരുന്ന ലോഡ് എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്, താഴോട്ട് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വന്നത്, റിയാക്ഷൻ വന്നത്. VAയും VBയും നമുക്ക് അപ്വേർഡാണ് കിട്ടിയത് അല്ലേ. VAയും VBയും അപ്വേർഡാണ്, അതായത് ആ ലോഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് വരുന്നത്, റിയാക്ഷൻ വരിക. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചപ്പം നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ MA ഈസ് ഈക്വൽ ടു മൈനസ് WL²/8 നമുക്ക് കിട്ടിയത് അല്ലേ. അപ്പോൾ ഈ മൈനസ് എന്താ അവിടെ സൂചിപ്പിക്കുന്നത്, മൈനസ് സൂചിപ്പിക്കുന്നത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് അപ്പോൾ മൊമെൻ്റ് എടുത്തത് അല്ലേ. അപ്പം റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് വന്നപ്പോൾ റൈറ്റ് സൈഡിൽ പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. റൈറ്റ് സൈഡിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് കിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഇവിടെ ഇതിലേക്ക് വരുന്ന ഈ സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയിട്ടാണ് വരുന്നതെന്നുള്ള അതിൻ്റെ അർത്ഥം അല്ലേ. അതായത് ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് സൈൻ കൺവെൻഷൻ എടുത്തത്. അപ്പോൾ റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അപ്പോൾ നമുക്കിവിടെ ചെയ്തിട്ട് A എന്ന് പറയുന്ന സ്ഥലത്ത് കിട്ടിയിരിക്കുന്ന മൊമെൻറ്റ് നെഗറ്റീവിൽ കിട്ടിയാൽ ഈ സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ക്ലോക്ക് വൈസ് ആണ് വരുന്നത് അല്ലേ. പക്ഷേ ഇതിലേക്ക് വരുന്നതാണ് ക്ലോക്ക് വൈസ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്ന ഈ ഫിക്സ്ഡ് എൻഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന MA എന്ന് പറയുന്നത് എന്താണ്, റിയാക്ഷനാണ് അല്ലേ. അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ വരുന്ന മൊമെൻറ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. കാരണം ഇവിടെ എന്താണ് റൊട്ടേറ്റ് ആവാതെ അല്ലെങ്കിൽ മൊമെൻറ്റിൻ്റെ എഫക്റ്റ് ഇവിടെ ഇല്ലാതെ സീറോയിൽ പിടിച്ച് നിർത്തുക അതിൻ്റെ എഫക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ ക്ലോക്ക് വൈസിലാണ് ഈ A എന്ന് പറയുന്ന എൻഡിലേക്ക് മൊമെൻറ്റ് വരുന്നതെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും.
അപ്പോൾ നമുക്കിവിടെ മൈനസ് കിട്ടിയത് എം എ ഇസിക്കൽ ടു മൈനസ് WL²/8 എന്ന് പറഞ്ഞ് കിട്ടിയത് ആ എം എ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ ക്ലോക്ക് വൈസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ ആയതുകൊണ്ട് ആ ക്ലോക്ക് വൈസിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അവിടുത്തെ എഫക്റ്റ് 0 ആക്കാൻ വേണ്ടിയിട്ട് റിയാക്ഷൻ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ക്ലോക്ക് വൈസിലേക്കാണ് ആ എ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻറ്റ്. അപ്പോൾ ഇത് റിയാക്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എം എ ഇസിക്കൽ ടു WL²/8 അതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതി. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. അതായത് റിയാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഇപ്പം ഞാൻ നേരത്തെ ലോഡിൻ്റെ കേസ് പറഞ്ഞു, ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുമ്പോൾ റിയാക്ഷൻ എങ്ങോട്ടാ? മേലോട്ടാ. അതേപോലെ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ മൊമെൻറ്റ് വരുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും റിയാക്ഷൻ. ഓക്കെ, ക്ലോക്ക് വൈസ് ആയിട്ട് അതിലേക്ക് മൊമെൻറ്റ് വരുന്നു. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മൊമെൻറ്റ്. അപ്പോൾ എം എ ഇസിക്കൽ ടു WL²/8 ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി ഞാൻ ജസ്റ്റ് ഈ റിസൾട്ട് ഞാൻ ഇവിടെ എടുത്ത് എഴുതുകയാണ്. അനാലിസിസ് റിസൾട്ട്സ്. VB ഇസിക്കൽ ടു 3WL/8 അപ്വേർഡാണ്. VA ഇസിക്കൽ ടു 5WL/8 അപ്വേർഡാണ്. MA ഇസിക്കൽ ടു MA ഇസിക്കൽ ടു WL²/8 ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇത്രയാണ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ അനാലിസിസിൻ്റെ പ്രൊസീജിയർ. ഓക്കെ, ഇത് ക്ലിയർ ആയോ? എല്ലാ പ്രോബ്ലത്തിനും ഇതേ കൺസെപ്റ്റ് തന്നെയാണ് പ്രോപ്പർട്ടി കാൻഡിലിവറിൽ. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. ക്വസ്റ്റ്യൻ: ഡിറ്റർമൈൻ ദ റിയാക്ഷൻ കമ്പണൻസ് ഇൻ ദ ബീം ഷോൺ ഇൻ ഫിഗർ. EA ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. യൂസ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പം നമ്മൾ റിയാക്ഷൻ കമ്പണൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു പ്രോപ്ഡ് കാൻഡിലിവർ ബീമാണ്. അതുകൊണ്ട് ഫിക്സ്ഡ് എൻഡിൽ ഇപ്പോൾ എ എന്ന് പറഞ്ഞ പേരാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ MA എന്ന് പറയുന്ന മൊമെൻറ്റും ഉണ്ടാവും റിയാക്ഷനായിട്ട്. അതുപോലെ തന്നെ VA എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷനും ഉണ്ടാവും. അതേപോലെ B എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഈ റോളർ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് VB എന്ന് പറയുന്ന വെർട്ടിക്കൽ റിയാക്ഷൻസും ഉണ്ടാവും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റിൽ കണ്ടുപിടിക്കേണ്ടത്. EI വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇത് ക്ലിയർ ആണോ? 6 മീറ്റർ സ്പാൻ. അപ്പോൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ നിന്ന് 60 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, 2 മീറ്റർ മാറിയിട്ട്. പിന്നെ നമ്മുടെ സപ്പോർട്ട് B വരുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്ന് A എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് 4 മീറ്റർ മാറിയിട്ടാണ്. പിന്നെ കുറച്ച് പോർഷൻ ഓവർ ഹാങ്ങിങ് ആയിട്ട് വരുന്നുണ്ട് അല്ലേ? ആ പോർഷൻ BC എന്ന് പറയുന്ന പോർഷനാണ്. അതിൻ്റെ ലെങ്ത്ത് 2 മീറ്ററാണ്. ഓക്കെ, ആ ഏറ്റവും ഫ്രീ എൻഡിൽ 30 kN എന്ന് പറയുന്ന പോയിൻ്റ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് 1 എന്താ? ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. പ്രോപ്ഡ് കാൻഡിലിവർ ബീമിൻ്റെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 ആണ്. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ സ്റ്റെപ്പ് 1, ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി that is equal to number of unknown reactions 3 minus available equilibrium equations 2 that is equal to 1. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ അകത്തും മുന്നേ ചെയ്ത പോലെ തന്നെ ഇതിനെ ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ട് കാൻഡിലിവർ ആക്കാം അല്ലേ? അപ്പോൾ കാൻഡിലിവർ ആക്കണമെങ്കിൽ റിഡൻഡൻറ്റ് റിയാക്ഷൻ VB എന്ന് പറഞ്ഞ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ദ വെർട്ടിക്കൽ റിയാക്ഷൻ VB ഈസ് ടേക്കൺ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. കാരണം ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി 1 വന്നതുകൊണ്ട് ഒരു റിയാക്ഷൻ നമ്മൾ റിഡൻഡൻ്റായിട്ട് നമുക്ക് കിട്ടിയത് അല്ലേ? 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ അധികം ഉണ്ട് ഈക്വിലിബ്രിയം കണ്ടീഷനേക്കാളും. അപ്പോൾ നമ്മൾ ആ റിഡൻഡൻറ്റ് റിയാക്ഷൻ എന്നുള്ളത് VB എന്ന് പറഞ്ഞെടുത്തു. ദ വെർട്ടിക്കൽ റിയാക്ഷൻ VB ഈസ് ടേക്കൺ ആസ് റിഡൻഡൻറ്റ് റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? നമ്മൾ അതിൻ്റെ അകത്ത് റിഡൻഡൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആ സപ്പോർട്ട് റിമൂവ് ചെയ്തിട്ട് ഇതിനെ ഡിറ്റർമിനേറ്റ് സ്ട്രക്ചറാക്കി മാറ്റണം. എന്നിട്ട് ഒറിജിനൽ ലോഡിങ് കണ്ടീഷൻ പ്രകാരം നമ്മൾ എവിടെ നിന്നാണോ റിഡൻഡൻറ്റ് റിയാക്ഷൻ റിമൂവ് ചെയ്തത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റെപ്പ് 2, റിമൂവ് ദ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആൻഡ് മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്. അപ്പം B എന്ന് പറയുന്ന സ്ഥലത്തൊരു റോളർ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റോളർ സപ്പോർട്ട് റിമൂവ് ചെയ്തിട്ട് ഇതിനൊരു കാൻഡിലിവർ ബീം ആക്കി മാറ്റി. 30 kN 60 kN പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട് DC പോയിൻറ്റ്സിൽ. ഓക്കെ, ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് B എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷനാണ്. ഈ 60 kN 30 kN വെർട്ടിക്കലായിട്ടുള്ള പോയിന്റ് ലോഡ്സ് ആക്ട് ചെയ്യുമ്പോൾ B എന്ന് പറയുന്ന സ്ഥലത്തുള്ള
ഡിഫ്ലക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ദ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി ഡ്യൂ ടു ഗിവൺ ലോഡിങ്സ് ക്യാൻ ബി ഫൈൻഡ് ഔട്ട് ബൈ യൂസിങ് യൂണിറ്റ് ലോഡ് മെത്തേഡ്. ഇപ്പം നമ്മൾ ഈ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഒരു ഫോമുല ഉണ്ടോ? ഇപ്പോൾ 2 ലോഡിങ് വരുന്നുണ്ട് അല്ലേ, 2 ലോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു ഡയറക്റ്റ് ഫോമുല ഇല്ല ബി എന്ന് പറയുന്ന സ്ഥലത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മുന്നേ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫുൾ സ്പാനിൽ യു ഡി എൽ ആക്ട് ചെയ്യാണ്, ഫ്രീ എൻഡിലുള്ള ഡിഫ്ലക്ഷൻ ആയിരുന്നു കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയായിരുന്നു. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ MOS പഠിച്ച ഇക്വേഷൻസ് ഉണ്ട്. പക്ഷേ ഈ കേസിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷൻ ബി എന്ന് പറയുന്ന സ്ഥലത്തെ കണ്ടുപിടിക്കണം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് യൂണിറ്റ് ലോഡ് മെത്തേഡ്, ഓർമ്മയുണ്ടല്ലോ യൂണിറ്റ് ലോഡ് മെത്തേഡ്. അഥവാ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ച് ആ ടോപ്പിക്ക് നോക്കിയിട്ട് ബാക്കി ക്ലാസ് കേൾക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ഞാൻ മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം യൂണിറ്റ് ലോഡ് മെത്തേഡാണ് നമ്മളിവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് ബി. അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, ഏത് സ്ഥലത്താണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലത്ത് മറ്റുള്ള എല്ലാ ലോഡ്സും റിമൂവ് ചെയ്തിട്ട്, എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡ്സും റിമൂവ് ചെയ്തിട്ട് ഏത് സ്ഥലത്താണോ നമുക്ക് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ കറസ്പോണ്ടിങ് പോയിന്റിൽ നമ്മൾ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ 2 കേസ് നമുക്കുണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്ന് ഒറിജിനൽ ലോഡിങ് കണ്ടീഷൻ പ്രകാരമുള്ള കേസ് ഒന്നും, പിന്നെ നമുക്ക് ഏത് സ്ഥലത്താണോ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും, യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ട് മറ്റെല്ലാ എക്സ്റ്റേണൽ ലോഡ്സ് റിമൂവ് ചെയ്യും അല്ലേ. എന്നിട്ട് നമ്മൾ 2 ഇക്വേഷൻസ് ഫോം ചെയ്യും, ക്യാപിറ്റൽ എം സ്മോൾ എം. ഓർമ്മയുണ്ടോ? യൂണിറ്റ് ലോഡ് മെത്തേഡിൻ്റെ ഇക്വേഷൻ എന്താ? ഡിഫ്ലക്ഷൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ EI ഇൻറ്റു DX. ഓക്കെ, ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് റിമൂവ് ഓൾ അതർ ലോഡ്സ്. അപ്പോൾ എന്ത് ചെയ്തു, ബി എന്ന് പറയുന്ന സ്ഥലത്ത് യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു, മറ്റെല്ലാ ലോഡ്സും റിമൂവ് ചെയ്തിട്ടുള്ള കേസും കൂടി ഞാനിവിടെ കൺസിഡർ ചെയ്യുകയാണ്. കാരണം യൂണിറ്റ് ലോഡ് മെത്തേഡിലാണ് ഞാനിവിടെ ഈ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കേസ്. മറ്റുള്ള എക്സ്റ്റേണൽ ലോഡ്സൊക്കെ റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ യൂണിറ്റ് ലോഡ് താഴോട്ട് ആക്ട് ചെയ്യുന്ന രീതിയിൽ കൺസിഡർ ചെയ്യാണ്. കാരണം നമുക്കറിയാം ഡിഫ്ലക്ഷൻ അവിടെ താഴോട്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ താഴോട്ട് തന്നെ യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ADBC എല്ലാ പോയിൻറ്റ്സും മാർക്ക് ചെയ്യണം. ബി എന്ന് പറയുന്ന സ്ഥലത്ത് 1 kN ലോഡ് ഞാൻ അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മളത് സൊല്യൂഷൻ സോൾവ് ചെയ്യുന്ന ഓർമ്മയുണ്ടല്ലോ, ടേബിൾ വരച്ചു അല്ലേ. ടേബിൾ വരയ്ക്കും, ടേബിൾ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ എമ്മും സ്മോൾ എമ്മും ഫോം ചെയ്യും. അപ്പം ടേബിൾ ഇങ്ങനെയാണ്: പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ എം, സ്മോൾ എം, EI. അപ്പോൾ പോർഷൻ നമുക്ക് ഇതിൽ 3 പോർഷൻസ് എടുക്കാം. 3 പോർഷൻസ്, ഒന്ന് BC, ഒന്ന് DB, ഒന്ന് DA. ഒറിജിൻ എപ്പോഴും ഇത് കാൻഡിലിവർ ബീം ആയതുകൊണ്ട് ഫ്രീ എൻഡിൽ നിന്ന് തന്നെ എടുത്ത് തുടങ്ങണം അല്ലേ. ഇപ്പോൾ CB എന്ന് പറയുന്ന പോർഷൻ കൺസിഡർ ചെയ്യുമ്പം അതിൽ ഒറിജിൻ C ആയിരിക്കണം. കാരണം എപ്പോഴും നമ്മൾ ഫ്രീ എൻഡിൽ നിന്നാണ് എന്ത് ചെയ്യുക, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ വാല്യൂസ് ആണെങ്കിലും എല്ലാം വാല്യൂസ് നമ്മൾ കാൻഡിലിവറിൽ ഫ്രീ എൻഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ, എടുത്ത് തുടങ്ങുക. അപ്പം CB എന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ C ആയിരിക്കണം, BD പോർഷൻ്റെ ഒറിജിൻ B ആയിരിക്കണം, DA പോർഷൻ്റെ ഒറിജിൻ D ആയിരിക്കണം. അപ്പോൾ ആ രീതിയിൽ ഒറിജിൻ എടുക്കാം. ഓക്കെ, ലിമിറ്റ് എല്ലാ പോർഷനിലും ലെങ്ത് എത്രയാണ്? 2 മീറ്റർ 2 മീറ്റർ 2 മീറ്ററാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിമിറ്റ് 0 to 2 ആയിരിക്കും അല്ലേ. ഇനി ഇവിടെ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് BC പറഞ്ഞ പോർഷനിൽ ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? BC എന്ന് പറയുന്ന പോർഷൻ എടുക്കുകയാണെങ്കിൽ സെക്ഷൻ ഇവിടെ X അല്ലേ, ഇവിടുന്ന് X ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. അതായത് C ഒറിജിൻ ആയതുകൊണ്ട് X ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് കൺസിഡർ ചെയ്യുക, C എന്നാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ C എന്ന് X ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ BC എന്ന് പറയുന്ന പോർഷനിൽ ഉണ്ടാകുന്ന ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷൻ -30 × X അല്ലേ. അപ്പോൾ ആ പോർഷനിലെ ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷൻ ക്യാപിറ്റൽ M ആയി. ഇനി അടുത്ത് ഈ പോർഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ X നമ്മൾ ഇവിടുന്ന് എടുക്കുക. അപ്പം -30 × 2 + X. ഓക്കെ, ഇനി അടുത്ത DA പോർഷൻ എടുക്കുമ്പോൾ ഒറിജിൻ D ആണ്, X ഡിസ്റ്റൻസ് നമ്മൾ ഇവിടുന്ന് എടുക്കുക. അപ്പം -30 × 4 + X -60 × X. -30 × 4 + X -60 × X. അതാണ് എക്സ്പ്രഷൻ വരിക ക്യാപിറ്റൽ എമ്മിൻ്റെ. ഓക്കെ, സ്മോൾ ലെറ്റർ എമ്മിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് CB പോർഷനിൽ വരുന്ന എക്സ്പ്രഷൻ ഇവിടെ വേറെ ലോഡുകളൊന്നുമില്ല റൈറ്റ് സൈഡിൽ. അപ്പോൾ 0, സ്മോൾ ലെറ്റർ M = 0.
അടുത്ത ഈ കേസിൽ -1 ഇൻറ്റു എക്സ്, ഡി ആണ് ഒറിജിൻ. അടുത്ത ഈ കേസിൽ ഇതാണ് എക്സ് ഡിസ്റ്റൻസ്, ഡിയിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ -1 ഇൻറ്റു 2 + എക്സ്. അപ്പോൾ നമ്മളതിൻ്റെ ടേബിളിലേക്ക് എല്ലാ വാല്യൂസ് എഴുതിയിട്ടുണ്ട്. എങ്ങനെയാണ് ആ വാല്യൂസൊക്കെ കിട്ടുന്നതെന്നുള്ളതാണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത്. പോർഷൻ ബി സി ബി ഡി എ ഡി, ഒറിജിൻ സി ബി ഡി, ലിമിറ്റ് 0 to 2, 0 to 2, 0 to 2, ക്യാപിറ്റൽ എം -30x, -30 ഇൻറ്റു 2 + എക്സ്, -30 ഇൻറ്റു 4 + എക്സ്, -60x. സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് 0 ബി സി പോർഷനിൽ, ബി ഡി പോർഷനിൽ -1 ഇൻറ്റു എക്സ്, ദാറ്റ് ഈസ് -x, എ ഡി പോർഷനിൽ -1 ഇൻറ്റു 2 + എക്സ്. ഇ ഐ എല്ലാം സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ ഡിഫ്ലക്ഷൻ അറ്റ് ബി ആ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. യൂണിറ്റ് ലോഡ് മെത്തേഡിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം സ്മോൾ എം -30 ഇൻറ്റു എക്സ് ഇൻറ്റു 0 ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അടുത്തത് ബി ഡി എന്ന് പറയുന്ന പോർഷനിൽ 0 to 2, -30 ഇൻറ്റു 2, -60, -30 ഇൻറ്റു എക്സ്, -30x, -60 -30x ഇൻറ്റു -x ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്, ലിമിറ്റ് 0 to 2. നെക്സ്റ്റ് എ ഡി പോർഷൻ പ്ലസ് 0 to 2, -30 ഇൻറ്റു 4, -120, -30 ഇൻറ്റു എക്സ്, -30x, -60x ഇൻറ്റു -1 ഇൻറ്റു 2, -2, -1 ഇൻറ്റു എക്സ്, -x ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1, 2, 3 പോർഷൻ ഉണ്ട്. അതിന് നമുക്ക് 3 ആക്കി തിരിക്കാം. ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എന്നാക്കാം. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3, 3 എണ്ണം. ഓക്കെ, നമുക്ക് എന്നിട്ട് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. കുറച്ചും കൂടി ഈസി അതായിരിക്കും തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ ഡെൽറ്റ 1 എഴുതുമ്പോൾ -30x ഇൻറ്റു 0, അതായത് 0 തന്നെയാണ്, 0 ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു 0. അടുത്ത ഡെൽറ്റ 2 എടുക്കും -60 ഇൻറ്റു -x, 60x, -30 ഇൻറ്റു -x പ്ലസ് 30x² ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ആ ടേമായി അല്ലേ ഡെൽറ്റ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഇ ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പുറത്തെടുത്ത് 1 ബൈ ഇ ഐ 0 to 2, 60x പ്ലസ് 30x² ഇൻറ്റു ഡി എക്സ്. ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു 1 ബൈ ഇ ഐ. ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ 60x എന്നുള്ളത് 60x² 2 ആവും. 30x² എന്നുള്ളത് പ്ലസ് 30x² x³ ഡിവൈഡ് ബൈ 3 ആവും. ലിമിറ്റ് 0 to 2. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ ഇ ഐ ഇൻറ്റു 60 ഇൻറ്റു 2² ഡിവൈഡ് ബൈ 2 പ്ലസ് 30 ഇൻറ്റു 2³ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ 2 വാല്യൂ നമുക്ക് കിട്ടും 200 ഡിവൈഡ് ബൈ ഇ ഐ എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി ഡെൽറ്റ 3ൻ്റെ വാല്യൂ, ഡെൽറ്റ 3ൻ്റെ നോക്കുമ്പോൾ -120 ഇൻറ്റു -2 പ്ലസ് 240, -30x ഇൻറ്റു -2 പ്ലസ് 60x, -60x ഇൻറ്റു -2 പ്ലസ് 120x. അടുത്തത് -120 ഇൻറ്റു -x, 120x, -30x ഇൻറ്റു -x, 30x² -60x ഇൻറ്റു -x പ്ലസ് 60x². ഇപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 2 integral 0 to 2, 240 plus 60x plus 120x plus 120x plus 30x² plus 60x² ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. അപ്പോൾ ഇതിൽ 240 കോൺസ്റ്റൻ്റ് ടേമാണ്, 60 പ്ലസ് 120x പ്ലസ് 120x ഇതൊക്കെ എക്സിൻ്റെ ടേമാണ്. അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120 പ്ലസ് 60 180 പ്ലസ് 120 300x എന്ന് പറഞ്ഞ് കിട്ടും. പ്ലസ് 30x² പ്ലസ് 60x² 90x² ആണ്. അപ്പോൾ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 0 to 2, 240 പ്ലസ് 300x പ്ലസ് 90x² ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഇ ഐ കോൺസ്റ്റൻ്റ് ആണ്. ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 1 ബൈ ഇ ഐ ഇൻറ്റു 240നെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ 240x പ്ലസ് 300xനെ ഇൻ്റഗ്രേഷൻ ചെയ്താൽ 300x² ബൈ 2 പ്ലസ് 90x³ ബൈ 3 ലിമിറ്റ് 0 to 2. 240 ഇൻറ്റു 2 പ്ലസ് 300 ഇൻറ്റു 2² ഡിവൈഡ് ബൈ 2 പ്ലസ് 90 ഇൻറ്റു 2³ ഡിവൈഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു 1320 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡെൽറ്റ 1ഉം ഡെൽറ്റ 2ഉം ഡെൽറ്റ 3ഉം ആയി. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3 ആഡ് ചെയ്യാം. ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3, ദാറ്റ് ഈസ് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1ൻ്റെ വാല്യൂ 0, ഡെൽറ്റ 2ൻ്റെ വാല്യൂ 200 ബൈ ഇ ഐ, ഡെൽറ്റ 3ൻ്റെ വാല്യൂ 1320 ബൈ ഇ ഐ. അപ്പോൾ അതിൻ്റെ സം 1520 ബൈ ഇ ഐ കിട്ടും.
അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 1520 ഡിവൈഡ് ബൈ ഇ ഐ, ഇക്വേഷൻ 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബി നമുക്ക് കിട്ടി. അതായത് എക്സ്റ്റേണൽ ലോഡ് കാരണം ബി എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാവുന്ന ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇനി കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൽ മറ്റുള്ള സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ എക്സ്റ്റേണൽ ലോഡ്സ് റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ അവിടെ റിഡൻഡൻറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ റിഡൻഡൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് ആ റിഡൻഡൻറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ വരുന്ന ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യും. എന്നിട്ട് ഇക്വേഷൻ നമ്പർ 1 ആ കണ്ടുപിടിക്കുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം ആ കറസ്പോണ്ടിങ് പോയിന്റിൽ, അതായത് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആക്ട് ചെയ്ത പോയിന്റിലുള്ള ഡിഫ്ലക്ഷൻ നമ്മൾ ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ഇനി സ്റ്റെപ്പ് 3, നമുക്ക് എല്ലാ എക്സ്റ്റേണലി ആക്ട് ചെയ്ത ലോഡ്സും റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന പോയിന്റിൽ റിഡൻഡൻറ്റ് ഫോഴ്സ് മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഡിഫ്ലക്ഷൻ്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാം. ഓക്കെ, സ്റ്റെപ്പ് 3, ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി ആസ് റിഡൻഡൻറ്റ് ഫോഴ്സ്. അപ്പം എ ഡി ബി സി പോയിൻറ്റ്സ് ഉണ്ട്, അതിൽ ബി എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം റിഡൻഡൻറ്റ് ഫോഴ്സ് വി ബി കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഈ ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാൻ പോവുകയാണ്, അതായത് വൈ ബി. അപ്പോൾ അപ്വേർഡ് ഡിഫ്ലക്ഷൻ ആയിരിക്കും, വി ബി മേലോട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഡിഫ്ലക്ഷൻ അപ്വേർഡ് ഡിഫ്ലക്ഷൻ ആയിരിക്കും. അപ്പോൾ ദെർഫോർ ദ അപ്വേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് ബി വൈ ബി ഈസ് ഈക്വൽ ടു എന്താ വരിക ഇക്വേഷൻ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഫസ്റ്റ് എഴുതിയതിൽ എയും ഇത് ബിയും ആണെങ്കിൽ അല്ലേ, അവിടെ ഒരു പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് വൈ ബി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3a ആണ്. അതായത് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എയും ഇവിടുന്ന് ഇങ്ങോട്ട് ബി യു ആണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ ഈ സ്ഥലത്ത് വരുന്ന പോയിന്റിലൂടെ ആക്ട് ചെയ്യുന്ന പോയിന്റിലുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു കാൻഡിലിവർ ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3a ആണ്, 3ei. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. വൈ ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ക്യൂബ് ഡിവൈഡ് ബൈ 3ei. അപ്പോൾ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ ഈ കേസിൽ, ഡബ്ല്യു എന്ന് പറയുന്നത് വി ബി ആണ് അല്ലേ, ലോഡ് അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് വി ബി ആണ്. അപ്പോൾ വി ബി ഇൻറ്റു എ എന്ന് പറയുന്നത് എത്രയാണ്, 2 + 2 4 ആണ് അല്ലേ. ആ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആ വി ബി ആക്ട് ചെയ്യുന്ന വരെയുള്ള ഡിസ്റ്റൻസ് അത് 4 മീറ്റർ ആണ്. അപ്പോൾ വി ബി ഇൻറ്റു 4 ക്യൂബ് ഡിവൈഡ് ബൈ 3ei. അപ്പം 4 ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്, 64 അല്ലേ. അപ്പം വൈ ബി ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു വി ബി ഡിവൈഡ് ബൈ 3ei. അപ്പം വൈ ബി ഈസ് ഈക്വൽ ടു 64 ഇൻറ്റു വി ബി ഡിവൈഡ് ബൈ 3ei, ഇക്വേഷൻ നമ്പർ 2. അപ്പം എക്സ്റ്റേണൽ ലോഡ്സ് കാരണം ബി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനും നമ്മൾ ഫോം ചെയ്തു, അല്ലെങ്കിൽ ആ ഡിഫ്ലക്ഷനും കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ വി ബി എന്ന് പറയുന്ന റിഡൻഡൻറ്റ് ഫോഴ്സ് കാരണം ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാകുന്ന അപ്വേർഡ് ഡിഫ്ലക്ഷനും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ, ഇത് രണ്ടും ശരിക്കും അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടോ ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ? ഇല്ല അല്ലേ, അവിടെ സപ്പോർട്ട് ആയതുകൊണ്ട് അത് മൂവ്മെൻറ്റ് അലൗ ചെയ്യില്ല, ഡിഫ്ലക്ഷൻ 0 ആണ്. അപ്പോൾ താഴോട്ട് അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു മേലോട്ട് അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ. ഓക്കെ, അപ്പം നെറ്റ് എഫക്റ്റ് എന്താണ്, 0 ഡിഫ്ലക്ഷൻ എന്നുള്ളതാണ്. അതാണ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡിൻ്റെ കൺസെപ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 4, ദെൻ അക്കോർഡിംഗ് ടു കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. അതായത് ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു വൈ ബി. അപ്പോൾ ഡെൽറ്റ ബി എന്താ കിട്ടിയത്, 1520 ബൈ ഇ ഐ. വൈ ബി നമുക്ക് കിട്ടിയത് 64 വി ബി ബൈ 3ei. അപ്പം ഇയും ഐയും രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് നമുക്ക് വി ബിക്ക് വേണ്ടി സോൾവ് ചെയ്യാം. അപ്പോൾ വി ബി ഈസ് ഈക്വൽ ടു 1520 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 64 എന്ന് കിട്ടും. അതിൻ്റെ ആൻസർ 71.25 കിലോ ന്യൂട്ടൺ. ഓക്കെ, ദാറ്റ് ഈസ് വി ബി ഈസ് ഈക്വൽ ടു 71.25 കിലോ ന്യൂട്ടൺ. അപ്പോൾ വി ബി നമുക്ക് കിട്ടി. ഇനി എന്തൊക്കെ കണ്ടുപിടിക്കണം, വി എയും അതുപോലെ എം എയും കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് വി എ ആൻഡ് എം എ ഓൾസോ കൺസിഡറിങ് സമ്മേഷൻ വി ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സമ്മേഷൻ വി ഈസ് ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ വി എ കിട്ടും. ഓക്കെ, വി എ പ്ലസ് വി ബി മേലോട്ട് ആക്ട് ചെയ്യുന്നു, -60 -30. പിന്നെ ആക്ട് ചെയ്യുന്ന രണ്ട് ലോഡുകൾ വെർട്ടിക്കലായിട്ട് താഴോട്ട് ആക്ട് ചെയ്യുന്ന 30ഉം 60ഉം ആണ്. അപ്പോൾ മൈനസിൽ വന്നു, ഈസ് ഈക്വൽ ടു 0. അപ്പോൾ വി എ പ്ലസ് വി ബിൻ്റെ വാല്യൂ 71.25 -60 -30 -90 അല്ലേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എൻ്റെ വാല്യൂ കിട്ടും. വി എ ഈസ് ഈക്വൽ ടു 18.75 കിലോ ന്യൂട്ടൺ ആണ്. അപ്പോൾ നമുക്ക് വി ബിയും കിട്ടി, വി എയും കിട്ടി. ഇനി എന്ത് ചെയ്യണം, ബെൻഡ് മൊമെൻ്റ് അറ്റ് എ അല്ലേ, ബെൻഡ് മൊമെൻ്റ് അറ്റ് എ അല്ല, അതായത് റിയാക്ഷൻ അറ്റ് എ അല്ലേ, അതായത് മൊമെൻറ്റ് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റ്, റിയാക്ഷനായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന മൊമെൻറ്റ്. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ലോഡ് മുഖേന വരുന്ന മൊമെൻറ്റിൻ്റെ റിയാക്ഷൻ
അത് കണ്ടുപിടിക്കണം. ഓക്കെ, MA കണ്ടുപിടിക്കണം. MA കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ലോഡ് മുഖേന എത്രയാണ് മൊമെൻ്റ് ആ സപ്പോർട്ടിലേക്ക് വരുന്നതെന്ന് നോക്കണം. അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും അവിടെ വരുന്ന റിയാക്ഷൻ. ഓക്കെ, അപ്പം MA വരുമ്പം 30 ഇൻറ്റു 6 റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ്. അപ്പം -30 ഇൻറ്റു 6 പ്ലസ് VB ഇൻറ്റു 4 -60 ഇൻറ്റു 2. ഇതായിരിക്കും MAൻ്റെ എക്സ്പ്രഷൻ. -30 ഇൻറ്റു 6 പ്ലസ് VB ഇൻറ്റു 4 -60 ഇൻറ്റു 2. MA ഈസ് ഈക്വൽ ടു, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ MA ഈസ് ഈക്വൽ ടു -15 kN എന്ന് കിട്ടും. അപ്പോൾ മൈനസ് കാണിക്കുന്നത് എന്താ, റൈറ്റ് സൈഡിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് വരുമ്പോൾ മൈനസ് സൈൻ വരണമെങ്കിൽ റൈറ്റ് സൈഡിൽ ഏതാ മൈനസ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസാണ് മൈനസ് അല്ലേ. അപ്പോൾ ഈ MA എന്ന് പറയുന്നത് ക്ലോക്ക് വൈസാണ്. ദാറ്റ് മീൻസ് ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഈ ലോഡ് മുഖേനയുള്ള മൊമെൻ്റ് ആ സപ്പോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും എന്തുണ്ടാവുക, റിയാക്ഷൻ ഉണ്ടാവുക. Therefore നമ്മുടെ MA റിയാക്ഷൻ അറ്റ് MA ഈസ് ഈക്വൽ ടു 15 kN ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലിയർ ആയോ എങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് എഴുതിയെന്നുള്ളത്? ഇവിടെ MA നമുക്ക് മൈനസിൽ കിട്ടി. മൈനസിൽ കിട്ടുക എന്നുള്ള അർത്ഥമാക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നാണ് എടുത്ത് വന്നത് മൊമെൻറ്റ്. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് എടുത്ത് വരുമ്പം മൈനസ് സൈൻ ഡിനോട്ട് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ക്ലോക്ക് വൈസിലെ മൊമെൻ്റാണ് ആ സപ്പോർട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ മൊമെൻറ്റിൻ്റെ എഫക്റ്റ് 0 ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റായിട്ട് അവിടെ ഒരു റിയാക്ഷൻ വരും, ആ മൊമെൻറ്റിൻ്റെ റിയാക്ഷൻ. അപ്പം എന്തായിരിക്കും, ഇപ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഈ ലോഡ് മുഖേനയുള്ള മൊമെൻ്റ് ആ സപ്പോർട്ടിലേക്ക് വരുന്നതെങ്കിൽ റിയാക്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ MA ഈസ് ഈക്വൽ ടു 15 kN ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അനാലിസിസ് കഴിഞ്ഞു. MA 15 kN കിട്ടി. അപ്പം VB കിട്ടി, VA കിട്ടി. അപ്പം ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, അനാലിസിസ് റിസൾട്ട്സ് എടുത്ത് എഴുതാം. അനാലിസിസ് റിസൾട്ട്സ് VB ഈസ് ഈക്വൽ ടു 71.25 kN അപ്വേർഡ് ആണ്. VA ഈസ് ഈക്വൽ ടു 18.75 kN അപ്വേർഡ്. MA ഈസ് ഈക്വൽ ടു 15 kN ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. The cantilever beam shown in figure has a rigid support 10 mm below the free end. Analyze this beam for the loading shown. Given EI is equal to 1,50,000 kN/m². ഓക്കെ, ഇപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ കാൻറ്റിലിവർ ബീമിന് ഒരു സപ്പോർട്ടുണ്ട്. ഓക്കെ, അതായത് ഫ്രീ എൻഡിന് താഴെയായിട്ടൊരു സപ്പോർട്ടുണ്ട്. അത് ആ ഫ്രീ എൻഡിനോട് ചേർന്നിട്ടല്ല, ആ ഫ്രീ എൻഡിൽ നിന്ന് ഒരു 10 mm താഴെയായിട്ട് ആ സപ്പോർട്ടുള്ളത്. ഓക്കെ, അതായത് ടച്ച് ചെയ്തിട്ടല്ല ആ സപ്പോർട്ട്. നമുക്ക് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബീം, കാൻഡിലീവറാണ്. പക്ഷേ ഈ എൻഡിൽ ഫ്രീ എൻഡിൽ നോക്കുമ്പോൾ അതിനോട് ചേർന്നിട്ടല്ല അവിടെ ഒരു സപ്പോർട്ടുള്ളത്. ഒരു 10 mm ഗ്യാപ്പ് ഉണ്ട്. 10 mm ഗ്യാപ്പ് മാറിയിട്ട് ഒരു സപ്പോർട്ട് ഇവിടെ ഒരു റിജിഡ് ആയിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട് 10 mm താഴെയായിട്ട്. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡിഫ്ലക്ഷൻ വരുമ്പോൾ എന്താണ് 10 mm വരെ ഫ്രീ ആയിട്ട് ഡിഫ്ലക്റ്റ് ആവും. നമ്മൾ മുന്നേ ചെയ്ത കേസിലൊക്കെ ആ ഫ്രീ എൻഡിനോട് ചേർന്നിട്ട് തന്നെ ആ സപ്പോർട്ട് ഉണ്ടായിരുന്നു അല്ലേ. അതുകൊണ്ട് ടോട്ടൽ ഡിഫ്ലക്ഷൻ 0 ആണ്. ഒരു ഡിഫ്ലക്ഷൻ പോലും അലോ ചെയ്യില്ല. എക്സ്റ്റേണൽ ലോഡ് കാരണം വരുന്ന ഡിഫ്ലക്ഷനെ ഫുള്ളും എന്ത് ചെയ്യും, അവിടെ വരുന്ന റിയാക്ഷൻ കൗണ്ടറാക്ട് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10 mm എന്തായിരിക്കും, ഫ്രീ ആയിട്ട് അത് ഡിഫ്ലക്റ്റ് ആവും. ഡിഫ്ലക്റ്റ് ആയിട്ട് ബാക്കി 10 mm കൂടുതൽ ഡിഫ്ലക്ഷൻ ഈ ലോഡ് മുഖേന ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആ 10 mm കൂടുതൽ വരുന്നത് മാത്രമേ ഇത് റെസിസ്റ്റ് ചെയ്യുള്ളൂ, ആ ഡിഫ്ലക്ഷനെ മാത്രമേ റെസിസ്റ്റ് ചെയ്യുള്ളൂ. അതിനനുസരിച്ചിട്ടുള്ള റിയാക്ഷൻ മാത്രമേ ഇവിടെ വരുള്ളൂ. ഓക്കെ, അതായത് ഇതിനിപ്പോൾ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ ABCD നെയിം കൊടുക്കുകയാണെങ്കിൽ B എന്ന് പറയുന്ന സപ്പോർട്ടിൽ ഈ 10 mm ഡിഫ്ലക്ഷൻ ഒഴിവാക്കിയതിന് ശേഷം അഡീഷണൽ വരുന്ന ഡിഫ്ലക്ഷൻ മാത്രമേ, ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷനെ ഇവിടെ വരുള്ളൂ. അതായത് VB എന്ന് പറയുന്ന റിയാക്ഷൻ ഈ 10 mm എന്തായാലും അത് ഡിഫ്ലക്റ്റ് ആവും. ഡിഫ്ലക്റ്റ് ആയിട്ട് അഡീഷണൽ എന്തെങ്കിലും ഡിഫ്ലക്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഡിഫ്ലക്ഷനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിയാക്ഷനെ ഇവിടെ വെർട്ടിക്കലായിട്ട് ഉണ്ടാവുള്ളൂ. ഇത് B എന്ന് പറയുന്ന സപ്പോർട്ടാണെങ്കിൽ VB ഈ 10 mm കീഴിച്ചിട്ടുള്ള ഡിഫ്ലക്ഷനെ ഇവിടെ ഉണ്ടാവുള്ളൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷനെ ഈ B എന്ന് പറയുന്ന സപ്പോർട്ടിൽ വരുള്ളൂ. ഓക്കെ, ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക്
ABCD അങ്ങനെ നെയിമൊന്നും തന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നെങ്കിൽ എടുത്ത് വരയ്ക്കുമ്പോൾ നിങ്ങൾ നെയിം ചെയ്തിട്ട് വരയ്ക്കണം കേട്ടോ. ഈ ആൻസർ ഷീറ്റിലേക്ക് എടുത്ത് വരയ്ക്കുമ്പോൾ നെയിം ചെയ്ത് വരയ്ക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെയിം ചെയ്യാം. ഓക്കെ, ABCD നിങ്ങൾക്ക് നെയിം ചെയ്യാം. ഓക്കെ, ഓരോന്നും നമ്മൾ നെയിം ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? കാൻലിവർ ബീം ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ സ്പാൻ 6 മീറ്റർ ആണ്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 2 മീറ്റർ മാറി 40 കിലോ ന്യൂട്ടൺ ലോഡ്, 2 മീറ്റർ മാറിയിട്ട് വീണ്ടും 60 കിലോ ന്യൂട്ടൺ, പിന്നെ 2 മീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഫ്രീ എൻഡ് വരുന്നത്. ഓക്കെ, ടോട്ടൽ 6 മീറ്റർ സ്പാൻ. അപ്പോൾ ഇതിൽ 10 മീറ്റർ ഗ്യാപ്പ് ഉണ്ട്. ഡയറക്റ്റ് ഈ ഫ്രീ എൻഡ് സപ്പോർട്ടിലേക്ക് ടച്ച് ചെയ്തിട്ടില്ല. ഒരു 10 mm ഡിഫ്ലക്ഷൻ ആയാലേ ഇതിലേക്ക് ടച്ച് വരുള്ളൂ. ഓക്കെ, സപ്പോർട്ടിൽ ടച്ച് ചെയ്യുള്ളൂ. ഹാസ് എ റിജിഡ് സപ്പോർട്ട് 10 mm ബിലോ ദ ഫ്രീ എൻഡ്. ഫ്രീ എൻഡിന് 10 mm മാറിയിട്ടാണ് അവിടെ സപ്പോർട്ട് വരുന്നത്. അനലൈസ് ദിസ് ബീം ഫോർ ദ ലോഡിംഗ് ഷോൺ. അപ്പം ഈ ബീം അനലൈസ് ചെയ്യാനാണ് പറയുന്നത്. ഗിവൺ EI ഈസ് ഈക്വൽ ടു, EIക്ക് ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട് 1,50,000 കിലോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള റിയാക്ഷൻസ് ഏതൊക്കെയായിരിക്കും? ഇവിടെ A എന്ന് പറഞ്ഞാൽ നമ്മൾ പേര് കൊടുക്കുകയാണെങ്കിൽ MA അല്ലേ. ഈ ഫിക്സ്ഡ് എൻഡിൽ മൊമെൻറ്റിൻ്റെ റിയാക്ഷൻ ഉണ്ടാവും, അതുപോലെ വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, അതേപോലെ ഇവിടെ ഒരു വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവും. ഓക്കെ, 3 റിയാക്ഷൻസ് ഇവിടെ നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെ കണ്ടുപിടിക്കാനുണ്ട്. അഡീഷണൽ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 10 mm എന്താണ് ഫ്രീ എൻഡിൽ 10 mm ഡിഫ്ലക്ഷൻ അലൗ ചെയ്യും. അതിനുശേഷം എക്സ്ട്രാ വല്ല ഡിഫ്ലക്ഷനും വരുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻസേ എവിടെ വരുന്നുള്ളൂ? ആ ഫ്രീ എൻഡിൽ വരുന്നുള്ളൂ. ഓക്കെ, അതായത് ഈ സപ്പോർട്ട് വരുന്ന സ്ഥലത്ത് വരുന്നുള്ളൂ. ഓക്കെ, അതായത് B എന്ന് പറഞ്ഞ് നെയിം ചെയ്യുകയാണെങ്കിൽ VB എന്ന് പറയുന്നത് 10 mm കേട്ടിട്ടുള്ള ഡിഫ്ലക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻ വരുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സൊല്യൂഷൻ സ്റ്റെപ്പ് 1 ആസ് യൂഷ്വൽ ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ദാറ്റ് ഈസ് ഈക്വൽ ടു 1 അല്ലേ. അൺനോൺ റിയാക്ഷൻ, നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻ ഈസ് ഈക്വൽ ടു 3. ഫിക്സ്ഡ് എൻഡിൽ 2ഉം ഇവിടെയുള്ള റിജിഡ് സപ്പോർട്ടിലൊന്നും, വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രമേ അവിടെ വരുന്നുള്ളൂ. അപ്പം നമ്പർ ഓഫ് റിയാക്ഷൻ കമ്പോണൻസ് എന്ന് പറയുന്നത് 3 മൈനസ് അവൈലബിൾ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഹൊറിസോണ്ടലില്ല, വെർട്ടിക്കലും മൊമെൻറ്റും. ഓക്കെ, അപ്പം 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് റിയാക്ഷൻ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കാം? ഇപ്പം ഇത് B എന്ന് പറയുന്ന പോയിൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഫ്രീ എൻഡിലുള്ള എന്താണ് റിയാക്ഷൻ കമ്പോണൻറ്റ് ഫ്രീ എൻഡിൽ നിന്ന് 10 mm മാറിയിട്ടാണല്ലോ. ഓക്കെ, അപ്പോൾ ആ ഫ്രീ എൻഡിൻ്റെ സ്ഥലത്തുള്ള റിയാക്ഷൻ കമ്പോണൻറ്റിനെ നമുക്ക്, അല്ലെങ്കിൽ വെർട്ടിക്കൽ റിയാക്ഷനെ നമുക്ക് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, ആ ഫ്രീ എൻഡിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സപ്പോർട്ടിൽ വരുന്ന റിയാക്ഷനെ നമുക്ക് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, the vertical reaction occurring at the free end is taken as redundant reaction. ഓക്കെ, ഫ്രീ എൻഡിൽ വരുന്ന വെർട്ടിക്കൽ റിയാക്ഷന് റിഡൻഡൻറ്റ് റിയാക്ഷൻ ആയിട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 2 നമ്മൾ ആസ് യൂഷ്വൽ ചെയ്യുന്നത് പോലെ റിമൂവ് ദ റിഡൻഡൻറ്റ് റിയാക്ഷൻ ആൻഡ് മേക്ക് ദ സ്ട്രക്ചർ ഡിറ്റർമിനേറ്റ്. അപ്പം അവിടെ എന്ത് ചെയ്തു? B എന്ന് പറയുന്ന സ്ഥലത്ത് 10 mm മാറിയിട്ടുള്ള സപ്പോർട്ട് ഞാൻ റിമൂവ് ചെയ്തു. അപ്പോൾ ഇതെന്തായി? പൂർണ്ണമായിട്ടും ഒരു ഡിറ്റർമിനേറ്റ് ബീമായി മാറി അല്ലേ. കാരണം മുന്നേ അത് ടച്ച് ചെയ്യുന്ന സമയത്ത് അതൊരു പ്രോപ്ഡ് കാൻഡിലിവറായി മാറുമായിരുന്നു. ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പ്രോപ്ഡ് കാൻഡിലിവറായിട്ട് മാറും. ഇപ്പോൾ ഞാൻ ആ സപ്പോർട്ട് അവിടെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഒരു കാൻഡിലിവർ ബീമായി ഇത് മാറിയിട്ടുണ്ട്. ഓക്കെ, എത്ര ഡിഫ്ലക്ഷൻ വന്നാലും അതിന് B എന്ന് പറയുന്ന സപ്പോർട്ടിൽ B എന്ന് പറയുന്ന സ്ഥലത്ത് സപ്പോർട്ടില്ല. ഓക്കെ, അപ്പോൾ അതിനെ ഒരു ഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു ബീമാക്കി മാറ്റിയിട്ടുണ്ട്. ഒരു കാൻഡിലിവർ ബീമാണ്, കാൻഡിലിവർ ബീം. അപ്പോൾ അതിൽ 40-60 പോയിൻറ്റിലോട് ആക്ട് ചെയ്യുന്നുണ്ട്, 6 മീറ്റർ സ്പാൻ. ഓക്കെ, ABCD ഞാൻ നെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യന് ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കുമ്പോൾ ഈ ഫുൾ ഫിഗർ എന്ത് ചെയ്യുക? ABCD നെയിം ചെയ്തിട്ട് വരച്ചോളാം. ഇതിപ്പോൾ ഞാൻ ഈ റിമൂവ് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ABCD കാണിച്ചിട്ടുള്ളത്. മറ്റേത് ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഞാൻ ആ ക്വസ്റ്റ്യനിൽ ABCD എഴുതാത്തത്. നിങ്ങൾ ആൻസർ ഷീറ്റിൽ ചെയ്യുമ്പം ആ ABCD നിങ്ങൾ എഴുതിയിട്ട് വേണം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതിയിട്ട് വേണം ചെയ്തു തുടങ്ങാൻ. ഓക്കെ, the downward deflection at B due to given loadings can be find out by using unit load method. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനെ ഡിറ്റർമിനേറ്റ് ആക്കി മാറ്റിയിട്ട് എവിടെ നിന്നാണോ നമ്മൾ റിഡൻഡൻറ്റ് റിയാക്ഷൻ റിമൂവ് ചെയ്തത്, അല്ലെങ്കിൽ റിഡൻഡൻറ്റ് റിയാക്ഷനുള്ള പോയിൻ്റ് ഏതായിരുന്നു? B എന്ന് പറയുന്ന പോയിൻ്റാണ് അല്ലേ. ആ പോയിന്റിലുള്ള വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഡൗൺവേർഡ് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഇതിൽ പ്രോപ്പറായിട്ട് ഒരു ഇക്വേഷൻ ഇല്ല, കാരണം 2 ലോഡ് വരുന്നുണ്ട്.
ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഇല്ല. അപ്പോൾ നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ യൂണിറ്റ് ലോഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് തന്നെ ഇതിൽ ബി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം അപ്ലൈ യൂണിറ്റ് ലോഡ് അറ്റ് ബി ആക്ടിങ് ഡൗൺവേർഡ്സ് ആൻഡ് റിമൂവ് ഓൾ അതർ ലോഡ്സ്. അപ്പോൾ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതിലുള്ള എക്സ്റ്റേണൽ ലോഡുകളൊക്കെ റിമൂവ് ചെയ്തിട്ട് ബി എന്ന് പറയുന്ന സ്ഥലത്ത് എന്ത് ചെയ്യണം, ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം റിമൂവ് ചെയ്തു, 1460 ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഈ കാൻഡിലിവർ ആയിട്ടുള്ള ബീമിൽ ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു യൂണിറ്റ് ലോഡ് അപ്ലൈ ചെയ്തു. സി ഡി പോയിൻറ്റ്സ് ഒക്കെ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എമ്മിൻ്റെ എക്സ്പ്രഷനും സ്മോൾ ലെറ്റർ എമ്മിൻ്റെ എക്സ്പ്രഷനും ഫോം ചെയ്യണം അല്ലേ, ടേബിൾ വരച്ചിട്ട് ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ടേബിൾ വരച്ചു, പോർഷൻ, ഒറിജിൻ, ലിമിറ്റ്, ക്യാപിറ്റൽ എം, സ്മോൾ എം, ഇ ഐ. ഇതിൽ എത്ര പോർഷൻസാണ് ഉണ്ടാവുക, 3 പോർഷൻസ് ആയിട്ട് എടുക്കുക അല്ലേ, 3 പോർഷൻസ്. ഇതിനിപ്പോൾ ഞാൻ എ ബി സി ഡി. ഓക്കെ, അപ്പം ഡി ബി എന്ന് പറയുന്ന ഒരു പോർഷൻ, സി ഡി എന്ന് പറയുന്ന ഒരു പോർഷൻ, എ സി എന്ന് പറയുന്ന ഒരു പോർഷൻ. ഓക്കെ, 3 പോർഷൻ. അപ്പോൾ ഇതിൻ്റെ ഒറിജിൻ ഇവിടെ ബി ആയിരിക്കും, ഇവിടെ ഡി ആയിരിക്കും, ഇവിടെ സി ആയിരിക്കും. ഓക്കെ, അതേപോലെ ലിമിറ്റ് എല്ലാം 2 മീറ്റർ ആയതുകൊണ്ട് 0 to 2, 0 to 2, 0 to 2. ഇനി ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷൻ ക്യാപിറ്റൽ എം ഫോം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ റിമൂവ് ചെയ്തിട്ടുള്ള നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യുന്ന ഫിഗർ. അപ്പം ഇവിടെ ഫസ്റ്റ് പോർഷൻ ബി ഡി എന്ന് പറയുന്ന സ്ഥലത്ത് വരുന്ന ബെൻഡിങ് മൊമെൻ്റ് എക്സ്പ്രഷൻ ക്യാപിറ്റൽ എം 0, വേറെ ലോഡൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ എക്സ് ഇതാണ്, അപ്പോൾ -60 × x. ഇവിടെ വരുമ്പോൾ സി എ പോർഷനിൽ വരുമ്പോൾ എക്സ് ഇതാണ്, അപ്പം -60 × 2 + x, -40 × x. ഓക്കെ, ഇനി സ്മോൾ ലെറ്റർ എം നോക്കുകയാണെങ്കിൽ ഇവിടെ ഫസ്റ്റ് എക്സ് ഡിസ്റ്റൻസ് ബി എന്ന് ഇതിലേക്കുള്ളതാണ്, അപ്പോൾ -1 × x. സി ഡി എന്ന് പറയുന്ന പോർഷനിൽ -1 × 2 + x, ഇവിടെ -1 × 4 + x. അപ്പോൾ ക്യാപിറ്റൽ എം 0, -60x, -60 × 2 + x, -40x. സ്മോൾ ലെറ്റർ എം ബി ഡി പോർഷനിൽ -1 × x, ദാറ്റ് ഈസ് -x. ഡി സി പോർഷനിൽ -1 × 2 + x, സി എ പോർഷനിൽ -1 × 4 + x. ഇ ഐൻ്റെ വാല്യൂ സെയിം ആണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 150000, 1,50,000 kN/m². അത് 3ലും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇക്വേഷൻ ഫോം ചെയ്ത ക്ലിയർ അല്ലേ, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഇപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 0 to L ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡ് ബൈ ഇ ഐ ഇൻറ്റു ഡി എക്സ്. ഓക്കെ, അപ്പം ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു 0 to 2. ആദ്യത്തെ പോർഷൻ എടുക്കുകയാണെങ്കിൽ ബി ഡി പോർഷൻ എടുക്കുമ്പോൾ ക്യാപിറ്റൽ എം സ്മോൾ എം എന്ന് പറയുമ്പോൾ 0 × -x, 0 ആയി പോകും. രണ്ടാമത്തെ എടുക്കുമ്പോൾ -60x × -2 - x, -60x × -2 - x വരും. ഇവിടെ എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 to 2 -120 -60x -40x into -4 - x. Delta b is equal to integral of 0 to 2 0 into -x divided by ei into dx, 0 to 2 -60 into -2 - x divided by ei into dx, plus 0 to 2 -120 -60x -40x into -4 - x divided by ei into dx. 3 ടേം. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു Δ1 Δ2 Δ3 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡെൽറ്റ ബി ഈസ് ഈക്വൽ ടു Δ1 + Δ2 + Δ3. അപ്പോൾ Δ1 എന്ന് പറയുന്നത് എന്താ, 0 × -x എന്ന് പറയുമ്പോൾ 0 ആണ്, ഈ ടേമേ 0 ആണ്. അപ്പോൾ Δ1 ഈസ് ഈക്വൽ ടു 0. അടുത്തത് നമുക്ക് Δ2 കണ്ടുപിടിക്കാം. Δ2 ഈസ് ഈക്വൽ ടു 0 to 2 60x × -2 -60x × -2 എന്ന് പറയുമ്പോൾ +120x -60x × -x plus 60x² divided by ei into dx, 1/ei into integral 0 to 2 120x plus 60x² into dx. ഇനി ഇതിനെ നമുക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ 1/ei into 120x എന്നുള്ളത് 120x²/2 0 to 2 plus 60x² എന്നുള്ളത് 60x³ 0 to 2. ലിമിറ്റ് അപ്ലൈ ചെയ്യാം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ Δ2 ഈസ് ഈക്വൽ ടു 1/ei into 400. അപ്പോൾ Δ2 ഈസ് ഈക്വൽ ടു 400/ei എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ,
ഐൻ്റെ വാല്യൂ ഇപ്പം കൊടുക്കണ്ട, നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇതിൽ ഐക്ക് എന്തുണ്ട്, വാല്യൂ ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇപ്പം കിട്ടുന്ന ടേം, അതായത് ആൻസർ ഐ എന്നുള്ള ടേം ആയിട്ടാണ് കിട്ടുന്നത്, അത് അതുപോലെ തന്നെ വെച്ചോളാം. നമുക്ക് ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ Δ2 = 400/EI കിട്ടി. ഇനി Δ3 നമ്മൾ കണ്ടുപിടിക്കണം. Δ3 പറയുമ്പോൾ -120 -60x -40x എത്രയാണ്, -100x ആണ് അല്ലേ. അപ്പോൾ -120 -100x ഇൻറ്റു -4 - x ഡിവൈഡ് ബൈ EI ഇൻറ്റു dx. അപ്പോൾ Δ3 = 0 to 2 -120 -100x ഇൻറ്റു -4 - x ഡിവൈഡ് ബൈ EI ഇൻറ്റു dx. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. -120 ഇൻറ്റു -4 + 480 -120 -100x ഇൻറ്റു -4 + 400x -120 ഇൻറ്റു -6 + 120x -100x ഇൻറ്റു -x + 100x² ഡിവൈഡ് ബൈ EI ഇൻറ്റു dx. അപ്പോൾ Δ3 = 1/EI കോൺസ്റ്റൻ്റ് ആണ്. 1/EI ഇൻറ്റു ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാം. 480 ചെയ്ത് കഴിഞ്ഞാൽ 480x, 400xനെ ചെയ്ത് കഴിഞ്ഞാൽ 400x²/2, 120xനെ ചെയ്താൽ 120x²/2, 100x² ചെയ്ത് കഴിഞ്ഞാൽ 100x³ 0 to 2 ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് Δ3 = 1/EI ഇൻറ്റു 2266.667 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് Δ3 = 2266.667 ഡിവൈഡ് ബൈ EI. അപ്പോൾ Δ1ഉം Δ2ഉം Δ3ഉം ആയി. അപ്പോൾ Δb = Δ1 + Δ2 + Δ3. അപ്പോൾ Δb = 0 പ്ലസ് Δ2ൻ്റെ വാല്യൂ 400/EI പ്ലസ് Δ3ൻ്റെ വാല്യൂ 2266.667 ഡിവൈഡ് ബൈ EI ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2666.6667/EI എന്ന് പറഞ്ഞ് കിട്ടും. Δb = 2666.6667/EI. ഇനി നമുക്ക് EIൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. EIൻ്റെ വാല്യൂ 1,50,000 kN/m² ആണ്. അപ്പം ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ Δb = 2666.6667 ഡിവൈഡ് ബൈ 1,50,000 ചെയ്ത് കഴിഞ്ഞാൽ 0.01777 മീറ്റർ എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇപ്പോൾ EIൻ്റെ ടേം kN/m². അതുപോലെ തന്നെ നമ്മളിവിടെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനും ബെൻഡിങ് മൊമെൻറ്റിൻ്റെ എക്സ്പ്രഷൻ ഫോം ചെയ്തപ്പോഴൊക്കെ അതിൽ ലോഡ് കിലോന്യൂട്ടനിലും അതുപോലെ ഡിസ്റ്റൻസ് മീറ്ററിലും തന്നെയായിരുന്നു അല്ലേ. അപ്പം വേറെ ഒന്നും കൺവേർഷനൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്ന മീറ്ററിലായിരിക്കും, ഡയറക്റ്റ് മീറ്ററിൽ തന്നെയായിരിക്കും. കാരണം ഇവിടെ നമ്മൾ ഡിസ്റ്റൻസ് അപ്ലൈ ചെയ്തിരിക്കുന്ന മീറ്ററിൻ്റെ ടേംസിലാണ്. അപ്പോൾ 0.01777 മീറ്റർ കിട്ടി. അപ്പം Δb = 0.01777 മീറ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻറ്റു 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ mm-ലേക്ക് ആക്കാം. കാരണം നമുക്ക് ക്വസ്റ്റിൽ 10 mm എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ കൺവേർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പം 17.777 mm. അപ്പം എക്സ്റ്റേണൽ ലോഡ് കാരണം അവിടെ ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ, ബി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടാവുന്ന ഡിഫ്ലക്ഷൻ 17.777 mm ആണ്. ഓക്കെ, ടോട്ടൽ അവിടെ ഉണ്ടാവാവുന്ന ഡിഫ്ലക്ഷൻ 17.77 mm ആണ്. അപ്പം നമ്മുടെ റൈറ്റ് എൻഡിലെ, അതായത് ഫ്രീ എൻഡിലെ സപ്പോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 mm മാറിയിട്ടാണ് അല്ലേ, 10 mm താഴെയാണ് സപ്പോർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം 10 mm വരെ എന്ത് ചെയ്യും, ആ ഒരു ബീമിൽ ഡിഫ്ലക്ഷൻ അലൗ ചെയ്യും. എക്സ്റ്റേണൽ ലോഡ് കാരണം 10 mm വരെ വരും. ശരിക്കും ഇവിടെ ടോട്ടൽ എത്ര ഡിഫ്ലക്ഷനാണ് വരുന്നത്, 17 point something അല്ലേ. അപ്പോൾ 10 mm കഴിഞ്ഞാലും ഒരു 7 point something mm എന്ത് ചെയ്യാനുണ്ടാവും, അതിന് ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ ആ ഡിഫ്ലക്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസീനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്നത് അവിടെയുള്ള സപ്പോർട്ടാണ്. അപ്പോൾ ആ 7 point something mm-നെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുമ്പം അവിടെ ഒരു റിയാക്ഷൻ ഡെവലപ്പ് ചെയ്യും. അതായത് ഫുൾ ഈ 17 point something-ന് റിയാക്ഷൻ വരുന്നില്ല. കാരണം ആ 10 mm വരെ അവിടെ ഫ്രീ മൂവ്മെൻറ്റ് അലൗ ചെയ്യും, അതായത് ഡിഫ്ലക്ഷൻ അലൗ ചെയ്യും. ആ 10 mm കഴിഞ്ഞതിന് ശേഷമേ അതിൻ്റെ സപ്പോർട്ടുമായിട്ട് അവിടെ ടച്ച് വരുന്നുള്ളൂ. ഓക്കെ, ആ സപ്പോർട്ടുമായിട്ട് അവിടെ ടച്ച് വരുന്നത് കൊണ്ട് അതിന് ശേഷം ഉണ്ടാകുന്ന, അതായത് 10 mm വരെ ഒരു പ്രശ്നവുമില്ല, ഒരു ചേഞ്ചും ഇല്ല. അതിന് ശേഷം വരുന്ന 7.777 mm-ന് മാത്രമേ കറസ്പോണ്ടിങ് ആയിട്ട് റിയാക്ഷൻ വരുള്ളൂ. ഓക്കെ,
അപ്പോൾ അത് മാത്രം നമ്മൾ അവിടെ കൺസിഡർ ചെയ്താൽ മതി. അപ്പം സിൻസ് ദ സപ്പോർട്ട് ഈസ് ലൊക്കേറ്റഡ് അറ്റ് 10 mm ബിലോ ദ ഫ്രീ എൻഡ്, ദ ഡിഫ്ലക്ഷൻ റെസിസ്റ്റഡ് ഈസ്, അപ്പോൾ അവിടെ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽറ്റ ബി ഡാഷ് എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഡെൽറ്റ ബി ഡാഷ് ഈസ് ഈക്വൽ ടു 17.777 മൈനസ് 10, ദാറ്റ് ഈസ് 7.777 mm. അപ്പോൾ അവിടെ റിയാക്ഷൻ ഈ ഒരു ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടേ വരുള്ളൂ. ഓക്കെ, ഫുൾ 17നെ ബേസ് ചെയ്ത് വരില്ല. അതാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഇത്രയും ഗ്യാപ്പ് ഉള്ളതിൻ്റെ ആ ഒരു വ്യത്യാസം ഇതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ഇവിടെയാണ് അതിൽ മാറ്റം വരുന്നത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ ബി ഡാഷ് ഇസ് ഈക്വൽ ടു 7.777 മില്ലിമീറ്റർ. അപ്പം ഡെൽറ്റ ബി ഡാഷ് ഇസ് ഈക്വൽ ടു 7.777 മില്ലിമീറ്റർ. അതിനെ മീറ്ററിലേക്ക് നമ്മൾ മാറ്റുകയാണ്, ബാക്കിയുള്ള ടേംസ് ഒക്കെ നമുക്ക് മീറ്ററിലാണ്. അപ്പോൾ 7.777 ഇൻറ്റു 10⁻³ മീറ്റർ. അപ്പോൾ ഡെൽറ്റ ബി ഡാഷ് ഇസ് ഈക്വൽ ടു 7.777 ഇൻറ്റു 10⁻³ മീറ്റർ. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ 10 mm മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും നിങ്ങളെ കൺവീനിയൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് ഡെൽറ്റ ബി ഡാഷ്. അപ്പോൾ നമ്മൾ അതിനൊരു ഇക്വേഷൻ ആക്കി വെച്ചു. ഓക്കെ, ചെയ്ത ക്ലിയർ ആണോ? നെക്സ്റ്റ് സ്റ്റെപ്പ് 3, ട്രീറ്റിംഗ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ഫ്രീ എൻഡ്, ദാറ്റ് ഈസ് VB as റിഡൻഡൻറ്റ് ഫോഴ്സ്. അപ്പം മറ്റുള്ള എക്സ്റ്റേണലി ആക്ട് ചെയ്യുന്ന എല്ലാ ലോഡ്സും റിമൂവ് ചെയ്തിട്ട് ഈ ഒരു കാൻഡിലിവർ ബീമിലേക്ക് ബി എന്ന് പറയുന്ന സ്ഥലത്ത്, ബി എന്ന് പറയുന്ന പോയിന്റിൽ VB എന്ന് പറയുന്ന ഒരു പോയിന്റ് ലോഡ് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് റിഡൻഡൻറ്റ് ഫോഴ്സ് VB ആണ് ആക്ട് ചെയ്യുന്നതെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുക, ബാക്കിയെല്ലാം റിമൂവ് ചെയ്തിട്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ബി എന്ന് പറയുന്ന സ്ഥലത്തെ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കുക VB കാരണമുള്ള. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ അവൈലബിൾ ആണ്, നമുക്ക് ആ ഇക്വേഷൻ ഡയറക്റ്റ് യൂസ് ചെയ്യാം. ദ അപ്വേർഡ് ഡിഫ്ലക്ഷൻ അറ്റ് B YB ഈസ് ഈക്വൽ ടു WL³ ഡിവൈഡ് ബൈ 3EI എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ W എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ VB ആണ്. W ഈസ് ഈക്വൽ ടു VB. അപ്പം Wൻ്റെ സ്ഥാനത്ത് VB കൊടുക്കുക, VB ഇൻറ്റു Lൻ്റെ സ്ഥാനത്ത് 6 അല്ലേ, സ്പാൻ 6 ആണ്. അപ്പോൾ VB ഇൻറ്റു 6³ ഡിവൈഡ് ബൈ 3EI. അപ്പോൾ 6³ എന്ന് പറയുന്നത് 216 ആണ്. അപ്പോൾ 216 ഡിവൈഡ് ബൈ 3 72. അപ്പോൾ 72 VB ബൈ EI എന്ന് കിട്ടും. അപ്പോൾ EIൻ്റെ വാല്യൂ 1,50,000 kN/m² ആണ്. അപ്പം YB ഈസ് ഈക്വൽ ടു നമുക്ക് 4.8 ഇൻറ്റു 10⁻⁻4 VB എന്ന് പറഞ്ഞ് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 4, അക്കോർഡിംഗ് ടു കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ നമ്പർ 1നെയും 2നെയും ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ് പ്രകാരം ഡെൽറ്റ ബി ഡാഷ് ഈസ് ഈക്വൽ ടു YB ആണ്. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 7.77 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു 4.8 ഇൻറ്റു 10⁻⁻4 VB എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VB ഈസ് ഈക്വൽ ടു 16.20 kN. ഓക്കെ, അപ്പം VB ഈസ് ഈക്വൽ ടു 16.20 kN എന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ VB ആയി. അത് ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് റിഡൻഡൻറ്റ് റിയാക്ഷൻ VBൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി VA കണ്ടുപിടിക്കണം. ടു ഫൈൻഡ് VA നമുക്ക് എന്ത് ചെയ്യാം, സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വിലിബ്രിയം കണ്ടീഷൻ യൂസ് ചെയ്യാം. അപ്പം VA പ്ലസ് VB -40 -60 സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. 40യും 60യും താഴോട്ട് ആക്ട് ചെയ്യുന്നു, മൈനസ് VA VB മേലോട്ട് ആക്ട് ചെയ്യുന്നു റിയാക്ഷൻസ്. അപ്പോൾ അതിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 0. VBൻ്റെ വാല്യൂ 16.20. അപ്പോൾ VA പ്ലസ് 16.20 മൈനസ് 40 മൈനസ് 60 ഈസ് ഈക്വൽ ടു 0. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VA ഈസ് ഈക്വൽ ടു 83.80 kN കിട്ടി. അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയും കിട്ടി, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബിയും കിട്ടി. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് റിയാക്ഷൻ, മൊമെൻ്റ് മുഖേനയുള്ള റിയാക്ഷൻ, അതായത് MA കണ്ടുപിടിക്കണം. ഓക്കെ, MA ഈസ് ഈക്വൽ ടു, ഓക്കെ ഇവിടെ VB ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, VB ഇൻറ്റു 6 minus 60 into 4 minus 40 into 2. MA is equal to VB into 6 minus 60 into 4 minus 40 into 2. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് MA is equal to -222.8 kN എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇത് A എന്ന് പറയുന്ന ഫിക്സ്ഡ് എൻഡിലേക്ക് വരുന്ന മൊമെൻ്റാണ്. ഓക്കെ, അപ്പം ആ ഒരു റൊട്ടേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇതിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഈ ആക്ട് ചെയ്യുന്ന മൊമെൻ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ എം എ എന്ന് പറയുന്നത് ഈ എക്സ്റ്റേണൽ ലോഡ് കാരണം എ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് വരുന്ന മൊമെൻറ്റ് -222.8 ഡിനോട്ട് ചെയ്യുന്നത് എന്താ, അതിലേക്ക് വരുന്ന മൊമെൻറ്റ് ക്ലോക്ക് വൈസ് ആണെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരിക്കും, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. എം എ = 222.8 kN/m ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മളിതിൻ്റെ അനാലിസിസ് കഴിഞ്ഞു. ഈ ഫിക്സ്ഡ് എൻഡിൽ വരുന്ന മൊമെൻ്റ് മുഖേനയുള്ള റിയാക്ഷൻ, ഓക്കെ, അതായത് എം എ മൊമെൻറ്റിൻ്റെ റിയാക്ഷൻ എം എ കണ്ടുപിടിച്ചു, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി കണ്ടുപിടിച്ചു, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം അനാലിസിസ് റിസൾട്ട്സ് വി ബി = 16.20 kN upward, BA = 83.80 kN upward, MA = 222.8 kN ആൻറ്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. അപ്പം പ്രോബ്ഡ് കാൻഡിലീവറിൻ്റെ അനാലിസിസ് കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഇത് ചെയ്ത് തന്നെ പഠിക്കണം. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ് കൺസിസ്റ്റൻറ്റ് ഡിഫോർമേഷൻ മെത്തേഡ്. അപ്പം എല്ലാം തറവായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഞാനൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്, അത് പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.